إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم وبارك على هذا النبي العظيم الذي أرسلته رحمة للعالمين، بلغ رسالة وأدى الأمانة ونصح الأمة، وصلى الله وسلم تسليما كثيرا. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور هدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. قال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. دواء قلب خمسة فتلاوة تذكر المغنى وللبطن الخلا وقيام ليل والتضرع بالسهر مجالسات صالحين الفضلاء. ഖുർആൻ കലാമുല്ലാഹിയാണെന്ന് ഓർക്കണേ, അതിനുള്ള പോരിശ എപ്പോഴും നൽകിയിടണേ. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, ഈ അങ്ങാടിയുടെ പരിസരത്ത് ഈ റമദാൻ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി കാതോർക്കുന്ന നല്ലവരായ നാട്ടുകാരൻ, വിശുദ്ധ ഖുർആൻ സംസ്കരണത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ പരിമിതമായ സമയത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ചില ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നൽകുന്നതിന് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരാൾക്കും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അതിമഹത്തായ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഇനി നമ്മിൽ ശേഷിക്കുന്നത് 19 അല്ലെങ്കിൽ 20 നോമ്പ് മാത്രമായിരിക്കും. ഈ നിർണായകമായ ദിനരാത്രങ്ങളെ നാം വളരെ ഗൗരവത്തോടുകൂടി കാണുകയും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇബാദത്തുകളിൽ നിരതരായി രാജകീയമായ സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ നേടിയെടുക്കാൻ നാം തയ്യാറാകണമെന്ന് എന്നോടതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുമാറ് പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം
ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമദാനിലുള്ളത്. അത് ഏറ്റവും ശ്രേഷ്ഠകരമായതും മൂല്യവത്തായതും അനവധി റബ്ബിന്റെ ഖദറുകൾ സംഗമിക്കുന്നതുമായ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവും നമുക്ക് ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദർ എന്ന മഹത്വമേറിയ രാവിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. നമുക്കൊക്കെ മനഃപ്പാഠമുള്ള ആ സൂറത്തിൽ അള്ളാഹ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. തീർച്ചയായും ലൈലത്തുൽ ഖദർ എന്ന രാവിലാണ് ഖുർആൻ അവതീർണമായത്. 1000 മാസങ്ങളുടെ പ്രതിഫലം ഒന്നിച്ചു നൽകുന്ന ഒരു രാവാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസ്, ഒരു പുരുഷായുസ് 77 കൊല്ലവും ചില്ലറയും ഒരാള് ജീവിതത്തിൽ ഇബാദത്ത് ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ അത് റമദാനിലായതുകൊണ്ട് ഇൻറ്റു 70 മുതൽ 700 വരെ കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര. അതുകൊണ്ട് തന്നെ ആ മഹത്തായ സൗഭാഗ്യം അല്ലാഹു തആല ഒതുക്കി വെക്കാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ രാവ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ എന്ന ഈ അല്ലാഹുവിന്റെ കലാമ് കേവലം ഓതി തീർത്ത് അങ്ങനെ ഖത്തമിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, 3 തവണയോ 5 തവണയോ അല്ലെങ്കിൽ 1 തവണയോ ഒക്കെ റമദാനിൽ ഖത്തം തീർക്കുക എന്നത് നിസ്സാരമായൊരു കാര്യമല്ല, വലിയ കൂലിപ്പാടുള്ള കാര്യമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ അവതീർണം, അതിന്റെ ലക്ഷ്യം അത് കേവലം ഓതി തീർക്കാനുള്ള ഒരു പാരായണ ഗ്രന്ഥം എന്നർത്ഥത്തിലല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല അത് പറഞ്ഞു തന്നു. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദൻ ലിന്നാസ്, ലോകർക്ക് മാർഗദർശനമായിട്ടാണ് അല്ലാഹു ഇറക്കിയത്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അവ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ശൂന്യതയിലെ ഒരു അധ്യാപകനാണ്. നാം എന്ത് കാണണം, എന്ത് കണ്ടുകൂടാ, എന്ത് കേൾക്കണം, എന്ത് കേട്ടുകൂടാ, നാം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ, നാം എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല എന്നിങ്ങനെയുള്ള വിധിവിലക്കുകളും നിയമാവലികളും തത്വസംഹിതകളും അരുതുകളും അരുതായ്മകളും സംഗമിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആനിലൂടെയാണ് നാം സംസ്കരിക്കപ്പെടേണ്ടത്. ആ ഖുർആൻ കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ് നാം സംസ്കരിക്കപ്പെടേണ്ടത്. ഈ 2 ആധാരങ്ങളാണ് ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് പടപ്പാട്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മറ്റൊരു ആയത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല പറയാണ്, നിരക്ഷരനായ ഒരു റസൂൽ, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു റസൂൽ, ആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല അവർക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. ആ റസൂൽ അതിന്റെ 23 കൊല്ലക്കാലത്തെ മാതൃകാ യോഗ്യമായ ഒരു
ജീവിതം അവർക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അവരെ സംസ്കരിച്ചു. ആരായിരുന്നു അവര്? അവര് അങ്ങേയറ്റം വഴിപഴച്ചിരുന്ന സമൂഹമായിരുന്നു. മക്ക കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പറയുന്നു, ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. ഈ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെ പറയുമ്പോ അത് ഒരു നാടോടികളായ ഒട്ടകത്തിന്റെയും കുതിരയുടെയും സഞ്ചാരപഥം നോക്കി മരുഭൂമിയിൽ ടെന്റ് കെട്ടി അങ്ങനെ മാംസങ്ങളൊക്കെ ചുട്ടും അതും ഇതൊക്കെ തിന്നു കുടിച്ചിങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു തരം നാടോടി. ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടത്തിൽ നിന്ന് റസൂല് വന്ന് ആ റസൂൽ അറബിയെ കുറിച്ച് സംസാരിച്ച് ഓതിക്കൊടുത്ത് പാടിക്കൊടുത്ത് പറഞ്ഞുകൊടുത്ത് അങ്ങനെ നന്നാക്കി. അത് ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തി? ഈ കാലഘട്ടത്തിൽ ആ ഖുർആൻ കൊണ്ട് എന്താണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? ആ ഖുർആൻ ഈ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജെമിനിയുടെ കാലഘട്ടമാണ്, AI-യുടെ കാലഘട്ടമാണ്, സോഫ്റ്റ്വെയർ ടെക്നോളജികളുടെ കാലഘട്ടമാണ്, ഹൈടെക് യുഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനവധി ഭാഷാ പാണ്ഡിത്യമുള്ള വിദ്യാസമ്പന്നരായ അങ്ങനെ ആകാശം മൊത്തെ വാനലോകം മൊത്തെ ഉയർന്നു പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ ആ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ നന്നാക്കിയ ഖുർആൻ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഈ നാസ്തിക ചിന്താഗതിയുള്ള കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സയനിസ്റ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ ഉണ്ടാക്കുന്ന വിപ്ലവം ഈ ലോകത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടം വിട്ടുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിന്റെ വിപ്ലവം, ഖുർആനിന്റെ മാസ്മരികത, ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിൽ അത് ചുരുങ്ങിയ രൂപത്തിൽ കാര്യങ്ങൾ പറയും. അല്ലാഹു നാഫിയായ ഇൽമിനെ നമുക്ക് പ്രധാനമാകട്ടെ. റസൂലുള്ളാഹി വരുന്ന കാലഘട്ടത്തിൽ 3 W ഉണ്ടായിരുന്നു. എന്നാ 3 W? വാർ, വൈൻ, വുമൻ. വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം, വൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ലഹരി, കള്ള്, വുമൻ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ്. ഇന്ന് ആധുനിക കാലഘട്ടം നിലനിൽക്കുന്നതോ ഈ 3 W-യിലാണ്. വാർ, വൈൻ, വുമൻ. അപ്പൊ ഈ കാലഘട്ടം നിലനിൽക്കുന്ന അതേ സമാനത എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ പൈശാചികം, അതിനേക്കാൾ അധാർമികത നടന്ന കാലഘട്ടം അല്ലേ? മദ്യപിച്ച് മതോന്മത്തരായി, കുടിച്ച് ഫ്രൂസായി, അതേപോലെ തന്നെ അവസാനം ഞാൻ ജീവൻ ശവമായാൽ എന്റെ ശവത്തെ, എന്റെ മയ്യത്തിന് നിങ്ങൾ ഒരു മുന്തിരി വള്ളിയുടെ താഴെ കുഴിച്ചിടണമെന്നും, ജീർണിച്ച് മണ്ണിലേക്ക് ദ്രവിച്ചു പോകുന്ന എന്റെ മാംസത്തിനും എന്റെ മജ്ജക്കും എന്റെ അസ്ഥികൾക്കും ആ മുന്തിരി വള്ളിയിലൂടെ വല്ല വീഞ്ഞും കിട്ടിയാൽ അതും കൂടെ ആസ്വദിക്കാമല്ലോ എന്ന് പറയുന്ന ഒരു കുടിയന്മാര് ഇന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടോ? അങ്ങനെ പറഞ്ഞ കുടിയന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം എന്ന് പറഞ്ഞാലോ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു വേശ്യയുണ്ട് എന്ന അഭിമാനത്തോടുകൂടി ഒരു കൊടി നാട്ടുകയും ആ വീട്ടിലേക്ക് അവർക്ക് ആവശ്യമുള്ളത് വന്ന് യഥേഷ്ടം അവർക്ക് ഉപയോഗിച്ച് പോകാമായിരുന്നു. അങ്ങനെ ഗർഭിണിയായാൽ ആ വീട്ടിൽ ആ സ്ത്രീയെ സമീപിച്ച ആളുകൾ മൊത്തം അവിടെ നാട്ടുകൂട്ടത്തിന് മുമ്പിൽ ഒരുമിച്ചു കൊള്ളും. എന്നിട്ട് ഈ കുട്ടി, ഉമ്മ പ്രസവിച്ച ഈ സ്ത്രീ പ്രസവിച്ച കുട്ടിയുടെ കാലിന്റെ പള്ളഭാഗം, മടമ്പ്, അത് നോക്കിയിട്ട് ഹസ്തരേഖാശാസ്ത്രം എന്ന് പറഞ്ഞ പോലെ അത് നോക്കിയിട്ട് ആ സ്ത്രീയെ സമീപിച്ച ആളുകളുടെ കാലിന്റെ പള്ളയും മടമ്പും നോക്കും. എന്നിട്ട് ആരിൽ നിന്നാണ് ഈ കുട്ടി ഉണ്ടായത് എന്ന് പരിശോധിച്ച് കണ്ടെത്തി ആ ആളെയും ഈ പെണ്ണിനെയും വിവാഹം കഴിച്ചു. അങ്ങനത്തെ സിസ്റ്റം ഒന്നുണ്ടോ? കള്ളത്തരത്തിലൊക്കെ ആരും കാണാതെ ഓടിമറി ചാടിപ്പോയി അവസാനം പിടിക്കപ്പെടുമ്പോ നാട്ടുകാരെ പിടിച്ച് കെട്ടിക്കുന്നല്ലാതെ അഭിമാനത്തോടു കൂടി വ്യഭിചാരത്തെ കാണുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈ കാലഘട്ടത്തെക്കാളും അപരിഷ്കൃതമായിരുന്നു, പൈശാചികമായിരുന്നു അന്ന്.
അവരെ നന്നാക്കിയെങ്കിൽ ഇന്ന് അത്ര തീവ്രതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ ഖുർആൻ മനുഷ്യരെ നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ആ കൺസെപ്റ്റ് തെറ്റാണ് അർത്ഥം. യുദ്ധം, ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. ഒരു 3ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എന്ന് പലരും പറയാം. പക്ഷേ യുദ്ധത്തിന്റെ മൂർധനയിലേക്ക് എത്തുന്നു, ഇപ്പൊ പൊട്ടും എന്നൊക്കെ പറയല്ലാതെ അടി നടന്നിട്ടില്ല, യുദ്ധം നടന്നിട്ടില്ല. എന്നാൽ മക്കയിലുണ്ടായിരുന്ന ജാഹിലുകൾ അങ്ങനെയല്ല. അവരുടെ തോട്ടത്തിൽ നിന്ന് മറു വീട്ടിലെ ആളുടെ ഒട്ടകം ഒരു ഈന്തപ്പനയുടെ കൊല കടിച്ചാൽ, കൃഷിയൊന്ന് നശിപ്പിച്ചാൽ, അവരുടെ വസ്ത്രം അതിന്റെ പേരിൽ ഒന്ന് കീറിയാൽ 40ഉം 70ഉം വർഷങ്ങൾ ദീർഘനേറിയ പകയോടുകൂടി യുദ്ധം ചെയ്തിരുന്ന ഗോത്രവർഗങ്ങളായിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ കളി പോലെ ഗാലറിയിൽ ഇരുന്ന് കാണുന്ന ആനന്ദം പോലെ യുദ്ധമുണ്ടായാൽ ആ സൗദിയിലെ മലമടക്കുകളുടെ പാറക്കെട്ടുകളിൽ യുദ്ധം കാണാൻ, യുദ്ധത്തിലിറങ്ങി പലവട്ടുന്ന ആളുകൾക്ക് ആവേശം നൽകാൻ കാഴ്ചക്കാരായി പോകുന്ന മനുഷ്യന്മാരായിരുന്നു അവർ. യുദ്ധന്റെ പറഞ്ഞ ഒക്കെ നാട്ടിൽ മുന്നിട്ട് കെട്ടിയിട്ടാൽ ഇവരൊന്ന് അങ്ങോട്ട് പോലെ. തന്റെ കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടുന്ന ഉമ്മ ഈ കാലഘട്ടത്തിൽ പാടുന്നത് എന്താണ്? നല്ല മോനായി നീ വളരണം, വലുതായി കഴിഞ്ഞ വാപ്പാനും മാനി നോക്കണം, നല്ലത് പഠിക്കണം എന്നൊക്കെയാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ജാഹിലിയത്തിൽ മക്കത്തെ മുശ്രിക്കുകളിൽ ഒരു ഉമ്മ കുട്ടിയെ തൊട്ടിലാട്ടുമ്പോൾ, മോനെ നീ വലുതാകണം, ആരോഗ്യതകാത്തനാകണം, അഭ്യാസമുറകൾ പഠിക്കണം, എന്നിട്ട് നമ്മുടെ മറ്റേ ഗോത്രക്കാരനെ നീ തുരത്തണം, അവന്റെ തലയെടുക്കണം. വീട്ടിലേക്ക് വരുന്ന കുട്ടിയോട് ഉമ്മ ചോദിക്കും, ഇന്ന് വല്ല തല്ലുമുടി ഉണ്ടാക്കിയോ? ഇല്ല. ജന്തു മോനാണെന്ന് ചോദിക്കണം. ഈ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവതീർണമായത്. അതും എഴുത്തും വായനയും അറിയാത്ത ഒരു ഉമ്മിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അധ്യായം സൂറത്തുൽ അറാഫിലുള്ള പറയാം, ഇഞ്ചീലിലും തൗറാത്തിലും ഒക്കെ പേര് പറയപ്പെട്ട ഒരു നിരക്ഷരനായ റസൂൽ. ആ റസൂലിന്റെ നെറ്റിത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നനച്ചത് ഖുർആന്റെ വചനങ്ങൾ കൊണ്ട്. അവിടെ നിമിഷ കവികൾ ഉണ്ടായിരുന്നു, അവിടെ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, അവിടെ അറബി പാണ്ഡിത്യമുള്ളവരുണ്ടായിരുന്നു, ഖുർആനിന്റെ ശുദ്ധമായ അറബി സംസാരിക്കാൻ കഴിയുന്നവരുണ്ടായിരുന്നു, വാഗ്മികളുണ്ടായിരുന്നു, അന്തസ്സും അഭിമാനമുള്ള തറവാടിത്തമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും ഹൃദയാന്തരങ്ങളിലേക്കല്ല അല്ലാഹു തആല ഖുർആനുമായി റഈസുൽ അംലാക് മലക്ക് റൂഹുൽ ഖുദ്സ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയമുള്ളവരെ അല്ലാഹു തിരഞ്ഞെടുത്തു. യാ അയ്യുഹൻ നബിയോ, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്തിനല്ലാതെ ലോകർക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കാനുള്ള, ഇസ്ലാം എന്ന മതത്തിന്റെ മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാക്ഷിയായിട്ടല്ലാതെ. മാത്രമല്ല മുബശ്ശിറൻ വനദീറാ, സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിനെ ചിന്തിച്ച് രൂപപ്പെടുത്താൻ കഴിയാത്തത്ര സ്വഗൗരവമായ ഒരു സ്വർഗലോകത്തെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ ശിക്ഷകളുടെ സാമഗ്രികൾ കൊണ്ട് മുറിഞ്ഞു പോകാത്ത, അപകടകരമായ, താങ്ങാൻ കഴിയാത്ത, അതിഭയാനകരമായ ശിക്ഷകൾ കൊണ്ട് ഒരുക്കി വെക്കപ്പെട്ട നരകക്കുണ്ടിനെ കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ അനുമതി പ്രകാരം ലോകർക്ക് വേണ്ടി ദീനെത്തിച്ചു കൊടുക്കാൻ അള്ള തെരഞ്ഞെടുത്തൊരു ദാഹിയാണ് റസൂലേ താങ്കൾ. അതുകൊണ്ട് തന്നെ വസിറാജം മുനീറാ, താങ്കൾ ഇസ്ലാമിന്റെ പ്രഭ ചൊരിയുന്ന ഒരു ലൈറ്റ് ഹൗസാണ്, ഒരു വിളക്ക് മണ്ഡപമാണ്. ഈ ആയത്തിനെ നമ്മുടെ നാട്ടിലെ ചില
ഉസ്താദന്മാരും അവരുടെ വയലൊക്കെ കേട്ട് മൗലിദുൽ മാലയൊക്കെ പാടി അങ്ങനെ മുന്നോട്ട് പോകുന്ന സാധാരണക്കാരൻ വിചാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശ സൃഷ്ടിയാണ്. അല്ല, മനുഷ്യ സൃഷ്ടിയാണ്. മലക്ക് പ്രകാശത്തിൽ നിന്നാണ്, ജിന്ന് തീനാളത്തിൽ നിന്നാണ്, മനുഷ്യനെ പശ്ചിമയുള്ള മണ്ണിൽ നിന്നാണ്. അപ്പൊ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞായി രൂപപ്പെട്ടൊരു മനുഷ്യ കുഞ്ഞ് പ്രസവിക്കുന്ന പോലെ പ്രസവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി ട്യൂബ്ലൈറ്റല്ല, ആ റസൂലുള്ളാഹി വിളക്കല്ല. കുട്ടികളെ തൊട്ടിയിലാക്കുന്ന ഉമ്മമാര് ആ വരികൾ ഒട്ടത്തരത്തിൽ പാടാറുണ്ട് അല്ലേ? ഇന്ന ബൈതൽ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുർജി. നബി ഞങ്ങളുടെ പേരിൽ വിളക്കിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ തലേ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ വിളക്കെത്തിക്കാൻ മണ്ണെണ്ണയിട്ട് അയലക്കത്തിന് ഒലിവ് ഓയിൽ കടമ്പാൻ ഈ തിരി കത്താൻ മണ്ണെണ്ണ ആവശ്യമില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടിമന്നെടുത്താൽ ഒരു വെളിച്ചം. അപ്പൊ നബി ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ, പ്രകാശസ്വരൂപി എന്ന് പറഞ്ഞാൽ അന്ധകാരമാകുന്ന ശിർക്കുകൾ, അധാർമികതയാകുന്ന അസാംസ്കാരികമാകുന്ന മുഴുവനും പിന്നെ മ്ലേച്ഛതകളിൽ നിന്ന് ജനങ്ങളെ ദീനിലേക്ക് എത്തിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഒരു പ്രകാശ വിളക്കുമാണ് ലൈറ്റ് ഹൗസ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ എത്തിച്ചെന്ന ഖുർആൻ ഇന്ന് നമുക്ക് മുമ്പിൽ 2 ചട്ടക്കൂടിലുണ്ട്, മൊബൈൽ ഫോണിലുണ്ട്, അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കൈകളിലുണ്ട്. പക്ഷേ ആ ഖുർആനിന് നാം എത്ര വിലയും ബഹുമാനവും ആദരവും അതിന്റെ ഘനഗാംഭീര്യവും ഉൾക്കൊള്ളുന്നവരുണ്ട്. ഓരോരുത്തരും മനസ്സിനോട് ചോദിക്കുക. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയായി ഖുർആൻ തന്നെ അനവധി തവണ പലതും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിത്യനൂതന ഗ്രന്ഥമാണ് ഖുർആൻ. മറ്റുള്ള പല മതങ്ങൾക്കും ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ കാലഹരണപ്പെട്ടുപോയി. പല പുരോഹിതന്മാരുടെ കൈകളാൽ അത് മലീമസപ്പെട്ടു അല്ലേ? സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിണ്ടാക്കിയിട്ട് ഈ ആ വേദഗ്രന്ഥങ്ങളിൽ കള്ളക്കടത്തുകൾ കൂട്ടി എഴുതിയിട്ട് ഇത് പ്രചോദനമാണ് എന്ന് ജൂതക്രിസ്ത്യാനികൾ പറഞ്ഞു. അവർക്ക് നാശമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഖുർആനിന്റെ പ്രത്യേകതയോ അത് നിത്യദൂര ഗ്രന്ഥമാണ്. ഈ ഖുർആനിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചത് അള്ളയാണ്. അള്ള തന്നെ അതിന്റെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഹർഫ് ഒരാൾക്ക് അതിൽ മാറ്റാൻ പറ്റില്ല. എവിടെ ലമ്മും ഫതവും കസറും മാറ്റിയോ അത് ലോകത്തിന് മുമ്പിൽ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഹൃദയങ്ങളിൽ ഖുർആൻ സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹാഫിളീങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാരെ അല്ലാഹു തആല അവന്റെ ഖദറായി ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല 14 നൂറ്റാണ്ട് കാലമായി ഇന്നും വെല്ലുവിളി, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ ലോകം പത്തിമടക്കി നിൽക്കുകയാണ്. സൈനസ് രോഗികളായ ജൂതക്രിസ്ത്യാനികൾ, നമുക്കൊക്കെ അറിയാം, അറബി ഭാഷയിലെ നിഘണ്ടു എഴുതിയത് ഒരു ജൂതനാണ്. അത്ര അറബി പാണ്ഡിത്യമുണ്ട്. റസൂലുള്ളാഹിനെ വാപ്പാൻ അറിയുന്ന പോലെ ജൂതന്മാർക്ക് അറിയാം. എന്നിട്ടും ഈ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സാധിച്ചിട്ടില്ല. 2-ാമത്തെ ആയ സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ فَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. ഈ 114 അധ്യായം ഇതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ ഖുർആനിൽ കൊണ്ടുവന്നാൽ മതി. 114 അധ്യായം പോലെയുള്ള അധ്യായം കൊണ്ടല്ല, ഖുർആനിലുള്ള ഒരു അധ്യായം 114 ഒരു അധ്യായത്തിന് പകരമായി ഒരു അധ്യായം ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ? അള്ളാന്റെ വെല്ലുവിളിയാണ്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയൂല.
അത് കഴിയൂല എന്ന് പറയാൻ ഒരിക്കലും കഴിയൂല. നമ്മൾ മനുഷ്യനെ ജിന്നിനെ ആരെ കൂട്ടുപിടിച്ചാലും കഴിയില്ല. ഈ ഖുർആൻ അവതീർണമായ കാലത്ത് നിമിഷക്കവികളായ അറബികൾ ഈ ഖുർആന്റെ ബദൽ സംവിധാനം ഉണ്ടാക്കി. കാരണം എന്താ? ഖുർആന്റെ ആയാത്തുകൾ ഹൃദയങ്ങളിൽ മാറ്റലുണ്ടാകും. അതിന്റെ വശ്യതയാണ്, സാഹിത്യ ശൈലിയുണ്ട്, അതിൽ കവിതാരൂപം അതിലുണ്ട്. അതേപോലെ തന്നെ അതിൽ ഹൃദയങ്ങളെ മാറ്റുന്ന വല്ലാത്ത ഒരു ആത്മീയതയുണ്ട്. അപ്പൊ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണല്ലോ എന്നുള്ളവർക്ക് സൂറത്തുൽ അൽ-ഖാരിയത്തു അൽ-ഖാരിയ എന്നൊരായത്തുണ്ടല്ലോ. ഈ ആയത്തൊക്കെ അറബി സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റത്ര. ഇതിന് പകരമായി അവരെന്ത് ചെയ്തു? ഒരു സൂറത്ത് കൊണ്ടുവന്നു. എന്താണത്? അൽ-ഫീൽ, ആന എന്ന അധ്യായം. എന്നിട്ട് അവര് പറഞ്ഞു അൽ-ഫീലു അൽ-ഫീൽ, അൽ-ഖാരിയത്തു അൽ-ഖാരിയക്ക് പകരം ഉണ്ടാക്കിയതാ അൽ-ഫീലു അൽ-ഫീൽ. ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? മൽ-ഫീൽ, ആനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? അത് മുറം പോലെ രണ്ട് ചെടിയാണ്, നീണ്ടു കിടക്കുന്നതിന് മൂക്കുണ്ട്, മരം തടി പോലെ ആ കാലുണ്ട്, പുൽച്ചൂല് പോലെയുള്ള വാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു പാട്ടൊക്കെ കവിത എഴുതാൻ പറ്റുന്ന ഒരു കുട്ടി എഴുതുന്ന പോലെ എഴുത്ത്. ഇത് ഓല എഴുതിണ്ടാക്കി ഓല തന്നെ ചവച്ചുവട്ടിക്ക് വരിക. അതുകൊണ്ടൊരു അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാക്കിയില്ല. എന്നാൽ അൽ-ഖാരിയത്തു അൽ-ഖാരിയ, എന്താണ് മുട്ടിയലക്കുന്ന സംഭവം? ആ മുട്ടിയലക്കുന്ന സംഭവത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? യൗമ യകൂനുൽ നാസു കൽഫറാശിൽ മബ്തൂസ് വതകൂനുൽ ജിബാലു കൽഹലിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത ആട്ടിന്റെ മകളെ പോലെ ആറുന്ന ദിവസം അല്ലേ? മനുഷ്യൻ ചെറിയ പാറ്റകളെ പോലെ തെറിച്ചു പോകുന്ന ദിവസം. ആ മരണ ലോകാവസാനത്തിന്റെ ഭയാനകതകളെ ഹൃദയത്തിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. മാറ്റമുണ്ടായി. മാത്രമല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ശാസ്ത്ര സത്യങ്ങൾ അടങ്ങി നിൽക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രവചനങ്ങൾ പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ്. പിന്നെ പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് സൂറത്ത് റൂമിൽ വ്യക്തമായി പറഞ്ഞു. 9 കൊല്ലത്തിനുള്ളിൽ അത് കീഴടക്കുമെന്ന് പറഞ്ഞു. അന്ന് ഒരിക്കലും സാധ്യമല്ലാത്ത അത് കീഴടക്കപ്പെട്ടു. അതുപോലെ തന്നെ تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب. എന്താണ്? അബൂലഹബ് നരകത്തിലാണ്. ഓന്റെ ഐശ്വര്യം മുഴുവൻ നശിച്ചിരിക്കുന്നു. ഓന്റെ പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഈ ആയത്തിറങ്ങിയിട്ട് 9 കൊല്ലം പിന്നെ അബൂജഹൽ ജീവിച്ചിട്ടുണ്ട്. അബൂലഹബ് ഈ ആയത്തിന്റെ ഇറങ്ങിയ പാടെ പിറ്റത്തെ ദിവസം തന്നെ മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ നുണയെന്ന് അറിയാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ ഈ ഖുർആൻ ആയത്ത് പൊളിഞ്ഞില്ലേ? അബൂലഹബിന്റെ ഹൃദയം അറിയുന്ന അല്ലാഹ്ക്കറിയാം, അവൻ മാറില്ല. ഇത് റസൂലുള്ളാഹിന്റെ വചനമല്ല, അള്ളാഹിന്റെ വചനമാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവചനങ്ങളുടെ ശൃംഖലകൾ ഖുർആനിലുണ്ട്. മാത്രമല്ല മനുഷ്യ ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ. മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തൊക്കെ രോഗമുണ്ട്? അസൂയ, കിബിർ, അല്ലെ, കോര്, പൊങ്ങച്ചം, അഹംഭാവം, ലുബ്ധ്, ഇങ്ങനെ തുടങ്ങി ഹൃദയത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള അതിമോഹം, അത്യാഗ്രഹം, അഭിലാഷം, ഇതൊക്കെ രോഗമാണ്. ഇതൊക്കെ ആത്മീയമായ രോഗം. ഗുളിക കുടിച്ചാൽ മാറുമോ? കിബിറിന് മരുന്നുണ്ടോ? ഗുളികണ്ടോ? ഇല്ല. എന്നാൽ അതേപോലെ ശരീരത്തിൽ ബാധിക്കുന്ന നമ്മുടെ പനികള്, ജലദോഷങ്ങള്, നീരിറക്കങ്ങള്, കൈകാൽ വേദനകൾ, തരിച്ചൽ, കടപ്പ് തുടങ്ങി എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനും ഒരു മരുന്ന് തന്നെയാണ് ഖുർആൻ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞതാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. وَنُنَزِّلُ مِنَ الْقُرْآنِ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട് എന്ത്? മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് രോഗശമനമായി
ശിഫയായിട്ട് മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഖുർആൻ ഉറുക്കിലും നൂലിലും ഏലസിനുമാക്കി ശരീരത്തിൽ കിട്ടിയാൽ രോഗം മാറുന്നാണോ? അത് ഖുറാഫാത്താണ്, ശിർക്കാണ്, അത് ബിദ്അത്താണ്. ഖുർആന് പേജ് ചീന്തിയിട്ട് നല്ല കലത്തിലിട്ടിട്ട് ആ കറുത്ത മഷിങ്ങനെ കലക്കിയിട്ട് അതിങ്ങനെ കന്നാസിലാക്കി കൊണ്ടിട്ട് കുറച്ചിട്ട് കുടിച്ചാൽ മാറുന്നാണോ? അല്ല, അത് ഖുറാഫാത്താണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചത് ഖുർആൻ കൊണ്ട് വാരിതായ ആയാത്തുകൾ കൊണ്ട്, ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളായ ഖുർആൻ ആയാത്തുകൾ കൊണ്ട് നമുക്ക് ശരീരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, റസൂലുള്ളാഹി നമുക്ക് പനി ബാധിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ ഊതി കൊടുത്തു, വേദനയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിടത്തും, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞ സംഭവങ്ങൾ തേളുകുത്തി റസൂലുള്ളാഹി ബഹ്റാവിലിരിക്കെ റസൂലുള്ളാഹി ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, തുണിക്കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഉപ്പ് വിഷം പോകുന്ന സാധനമാണ്, അതിൽ മുക്കി ആ കടിച്ച ഭാഗത്ത് പരട്ടി എന്നിട്ട് മഹാബിരാത്തുകൾ ഓതി അതിലേക്ക് ഊതി. അപ്പൊ എന്താണ്? ആത്മീയമായ മണ്ഡലം ഖുർആനുണ്ട്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ ആത്മീയ മണ്ഡലം ഇല്ലാന്ന് നിഷേധിക്കാൻ പാടില്ല. എന്നാ അതുകൊണ്ട് കൊടുക്കാൻ വിട്ടിട്ട് അത് എന്താണ്? ചികിത്സ, ഇസ്മിന്റെ പണി, തൽസമാത്തിന്റെ പണി, ജിന്നർക്ക് ഏർപ്പാട്, റൊക്കിയറിയാന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ടിട്ട് അതൊരു ഏർപ്പാടാക്കി നടത്തലോ അതിനു വേണ്ടി പ്രത്യേകമായ ഖുർആനോ അത് പറ്റില്ല. മധ്യമായ നിലപാട് നിൽക്കണം. ഈ തരത്തിലുള്ള പ്രത്യേകതകളുടെ പുറമെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഖുർആൻ 6234 ആയത്ത്, 114 അധ്യായം, 365 ദിവസമാണ് ഒരു വർഷത്തിലുള്ളത്, അല്ലെ? ഒരു വർഷത്തിൽ 365 ദിവസമാണ്. എന്നാൽ ഖുർആനിൽ യൗം എന്ന പദം 365 തവണ വന്നിട്ടുണ്ട്. ഖുർആനിൽ ഒരു എക്കണോമിക് ആണ്, കണക്കിൽ അത്ഭുതം. അതുപോലെ തന്നെ മാസങ്ങളുടെ എണ്ണം 12 അല്ലെ? ഇന്ന അദ്ദത ശഹൂരി അൻദല്ലാഹി 12 ശഹ്റ, മാസങ്ങളുടെ എണ്ണം 12. ഈ 12 മാസം കണക്കാക്കുന്നത് വൽ ഖമരി തജ്രിയ വശംസു വൽ ഖമരി തജ്രിയ, സൂര്യൻ ചന്ദ്രൻ അതിന്റെ കണക്കനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രമാസം എന്ന ചന്ദ്രൻ അഥവാ ഖമർ എന്ന പ്രയോഗം 12 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. വർഷമത്തെ 12, ചന്ദ്രൻ എന്ന പദം 12. ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. യൗം എന്നതിന്റെ ജമ്മാണ് അയ്യാം. ഖുർആൻ 30 സ്ഥലത്ത് അയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ എത്ര നരകത്തെ കുറിച്ചുള്ള ശിക്ഷ പറയുന്നുണ്ടോ അതേ രൂപത്തിൽ അതിന് പകരമായി സ്വർഗത്തെ കുറിച്ചുള്ള ആസ്വാദനവും പറയുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ നരകത്തിന്റെ പേരുകൾ ജഹന്നം, ജഹീം, ലവാ, ഹുതമ, വൈൽ, സഖർ, നാർ. ജഹന്നം എന്ന പ്രയോഗം എവിടെയൊക്കെ കാണുന്നുണ്ടോ അതിന്റെ ഒക്കെ മുമ്പിലോ അള്ളാഹു അഹങ്കാരികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനിന്റെ എക്കണോമിക്കലായാലും അതിന്റെ ശാസ്ത്ര സാങ്കേതികമായാലും സാഹിത്യ ശൈലിയായാലും അങ്ങനെ തുടങ്ങിയതിന്റെ പ്രവചനങ്ങളായാലും വെല്ലുവിളിയായാലും ഇതെല്ലാം ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മൂല്യമാണ് പറയുന്നത്. ഇത് നമ്മളെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്ര വില വർദ്ധിക്കാനാകാത്തൊരു സ്വത്ത് നമ്മളെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ആരെങ്കിലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറായോ? നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നും ഖുർആന്റെ അർത്ഥം പഠിക്കൽ ഹറാമാണ്, പഴിച്ചു പോകുമെന്നും പഠിപ്പിച്ചത് ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉമ്മത്തിനെ മാറ്റിക്കൊണ്ടുവന്ന് ആ സമൂഹത്തിന് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് വെളിച്ചം കാണിച്ച നമ്മൾ ഇന്ന് ഖുർആൻ എത്ര പഠിക്കുന്ന സംരംഭങ്ങളുണ്ട്. KHLS തുടങ്ങുമ്പോൾ എത്ര ആളുണ്ടാവും? കരാട്ട ക്ലാസ് തുടങ്ങുന്ന മാതിരിയാണ്. ബെഞ്ച് ഡെസ്ക് കുറച്ചാണ്ട് പോയാലോ അത് പിന്നീട് 4 ആളായി 5 ആളായി, പിന്നെ അവസാനം മൗലവി വന്നിട്ട് ഇത്ര കാര്യം വെച്ച് തരാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ ഖുർആൻ ക്ലാസ് ഉണ്ടാക്കുന്നു, വഹാബികൾ ഖുർആനെ ക്ലാസ്സിലാക്കി എന്ന് പറഞ്ഞു. ഇപ്പോഴോ ഖുർആൻ പഠിക്കാൻ പാടില്ല, അർത്ഥം പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ സ്റ്റഡി സെന്ററുകളും ഖുർആനിന്റെ പ്രത്യേക സ്കൂളുകളും തന്നെ തുടങ്ങി.
നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായ ദിശയിലേക്ക് ആളുകളെ നയിക്കരുത് എന്ന് മാത്രമാണ് ആ പണ്ഡിതന്മാർ നമുക്ക് പറയാനുള്ളത്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഈ ഉമ്മത്തിന്മേൽ കാലം വരുമെന്ന് ഇസ്ലാം അതിന്റെ പേരിൽ മാത്രമേ അറിയപ്പെടുള്ളൂ. സമർപ്പണം എന്ന ദീനുൽ ഇസ്ലാമിന്റെ മൂല്യം ജീവിതത്തിൽ പകർത്തുന്ന മനുഷ്യരുണ്ടാവില്ല. എന്നാൽ വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, വിശുദ്ധ ഖുർആൻ അതിന്റെ നിബിധകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന കാലഘട്ടം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ചട്ടക്കൾ ഖുർആൻ ഉണ്ടാവും, മൊബൈൽ ഫോൺ 30 ദിവസം ഉണ്ടാവും, പക്ഷേ ഹൃദയത്തിൽ അത് ഉണ്ടാവില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ തിലാവത്തിൽ ഖുർആൻ ഖബ്ല അൻ യുർഫഅ മിൻകും. അല്ലാഹുവിന്റെ അരികിലേക്ക്, ആകാശലോകത്തേക്ക് ഖുർആനിന്റെ അക്ഷരങ്ങൾ ഉയർന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ധാരാളമായി ഖുർആൻ പഠിക്കൂ. അതെന്താ അർത്ഥം? ഖുർആനിന്റെ ഖൗല്, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വെച്ച് പറയും, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്റെ കൂടി തള്ളിക്കളഞ്ഞു അല്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റഅ അലാ കിതാബില്ലാഹി ഫിൽ ലൈലി ലാ യബ്ഖാ മിൻഹു ഹർഫൻ വാഹിദാ. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ആകാശത്തേക്ക് ഉയർത്തിക്കളയുന്ന കാലഘട്ടം വരും. എന്നിട്ട് ലാ യബ്ഖാ മിൻഹു ഹർഫൻ വാഹിദാ, ഖുർആനിൽ ഒരു അക്ഷരം ഖുർആനിൽ ഉണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ ഖുർആൻ ഓതാൻ എടുത്തു നോക്കുമ്പോ ബ്ലാങ്ക് പേപ്പർ, വിരലാത്ത നോട്ട് പുസ്തകമായിരിക്കും. മൊബൈൽ ഫോണിൽ ആപ്പ് എടുത്ത് ഓതാൻ നോക്കുമ്പോ ആപ്പ് പോയി. രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ കയറി വെക്കുമ്പോഴോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സോഫ്റ്റ്വെയർ ഒന്നുമില്ല. നിങ്ങൾക്ക് പരിഹാസമായി തോന്നുന്നത് വഹീലുള്ള റസൂലുള്ളാഹി സംസാരിച്ചതാണ്. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും, നിശ്ചയം സംഭവിക്കും. സദഖ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം, ഖുർആനുമായി ഹൃദയബന്ധമുണ്ടാക്കാം. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഉമ്മത്ത് ഖുർആൻ അകന്റെ കോടിയിൽ തള്ളിക്കളഞ്ഞു അല്ലാഹ് എന്ന് മഹ്ശറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ ഖറഅൽ ഖുർആന വലം യഅരിഫ മആനിഹി ഫഖദ് ഹജറ അയ്യിമാ. എന്താണ്? ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം അയാൾ പഠിക്കുന്നില്ല, അയാൾ ഈ പരാതിയിൽ പെടും, റസൂൽ ആക്ഷേപിക്കുന്നവരിൽ പെടും. മൻ ഖറഅൽ ഖുർആൻ ഹർഫ മആൻ വലം യഅമൽ ബിഹി. ഖുർആൻ ഓതുന്നുണ്ട്, അർത്ഥം പഠിക്കുന്നുണ്ട്, പക്ഷെ അമലില്ല, ഓനും റസൂലുള്ളാഹിയുടെ പരാതിയിൽ പെടും. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഖുർആൻ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആകണം. മൻ കദബ മൻ ഫസൽ ഖുർആന ബിറഈഹി ഫൽയതബവ മഖഅദഹു മിനന്നാർ. ഖുർആൻ ഓതിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ അവൻ പോകും. അതേപോലെ ഖുർആനിന്റെ ആത്മീയമാണ്, ഞാൻ പറഞ്ഞല്ലോ, രോഗശമനം, മനസ്സിനും ശരീരത്തിനുമുള്ള രോഗങ്ങൾക്കുള്ള ഒരു ശമനം കൂടെയാണ് ഖുർആൻ എന്ന ആ സത്യം. അത് നിഷേധിക്കാൻ പാടില്ല. ഇവര് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ ആ കാട്ടറികളുടെ മനസ്സിനെ സംസ്കരിച്ച ഗ്രന്ഥമാണ്. എന്താ കാരണം? നമുക്കറിയാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബിയാകുന്നതിന് മുമ്പ്, ഖലീഫയാകുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ ജാഹിലിയ്യത്തിൽ മുഹമ്മദിന്റെ പ്രബോധനമായ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടം കണ്ട് മുഹമ്മദിനെ തലയെടുക്കണം എന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് വഴിമധ്യേ തങ്ങൾ വലിയ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത കേട്ടുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാണ്, നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്.
ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അണിയന്റെ ഖുർആൻ ഒത്തുകേട്ട് പെങ്ങളുടെ ഖുർആൻ ഒത്തുകേട്ട് കോപാകുലനായി വാതിൽ മുട്ടിയപ്പോൾ അളിയൻ കട്ടിലടി കുളിച്ച് തങ്ങൾ ധൈര്യസമേതം വന്ന് നിന്നു, അടി കിട്ടി. പക്ഷെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കി. ഇന്ന് തുടങ്ങുന്ന സൂറത്ത് താഹയിലെ വരികൾ ആ ഉമറിന്റെ ഹൃദയങ്ങളെ മാറ്റി. അദ്ദേഹം അത് വാങ്ങി വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. നേരെ ദാറുൽ അർഖമിലേക്ക് പോയി. സഹാബികൾ പിന്നെ ദീനിങ്ങനെ റസൂലിന്റെ അടുത്ത് നിന്ന് കേട്ട് കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇസ്ലാം ഇങ്ങനെ പ്രബോധനം ചെയ്ത് വളർന്നു വരുന്നേ ഉള്ളൂ. അന്ന് ഹസദുള്ള എന്ന ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. വീട്ടുകാരി ചെന്ന് വാതിൽ മുട്ടിയപ്പോ ഉമറാണ്, കയ്യിൽ വാളുണ്ട്. എല്ലാവർക്കും പേടി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു പേടിയില്ല. കാരണം റസൂലിനോളം ധൈര്യമുള്ള ഒരു വ്യക്തി അറബി സമൂഹത്തിൽ നിന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ് വാതിലങ്ങ് തുറന്നിട്ടുള്ള നെഞ്ചത്ത് പരിചയം വെക്കിച്ചിട്ട് പറഞ്ഞു, വന്നത് നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ ഇങ്ങോട്ട് കയറാം, ഇല്ലെങ്കിൽ ഹംസന്റെ വാളിൽ നിന്റെ ശിരസ് ഇവിടെ വീഴുന്നതാണ്. ധൈര്യം. മഹത്താവുള്ള വിനയനായി എനിക്ക് റസൂലിനെ കാണണം, മുഹമ്മദിനെ കാണണം. സംസാരിച്ചു, കൈ കൊടുത്തു, ബൈഅത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. കരിങ്കൽ പാറ പോലെ ഉറച്ചിരുന്ന ഹൃദയം മഞ്ഞ് പോലെ ഉരുകി. അങ്ങനെ ഇസ്ലാം നശിക്കണമെന്നും മുഹമ്മദിനെ കൊല്ലണമെന്നും പറഞ്ഞ് വാളൂരി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അതുപോലെ ഒരു തവണ വാളൂരി. അതെന്തിനാ? റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പൊ ഒരു കാലത്ത് നബിയെ തലയെടുക്കാൻ ഊരിയ വാള് പിന്നെ ഊരുന്നത് റസൂലുള്ളാഹി വഫാത്തായി എന്നത് കേൾക്കുന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് ഹൃദയത്തെ മാറ്റിക്കൊണ്ടുവന്നത് ഈ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സമൂഹത്തിലെ സഹാബികൾ ആ ഖുർആനിലൂടെ മാറ്റമുണ്ടായി എന്ന് മാത്രമല്ല, സ്വർഗത്തിന് വേണ്ടി നരകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാനും നരകത്തിന് രക്ഷപ്പെടാനും വേണ്ടി അവരുടെ ഹൃദയം ഈമാനിക പുളകമായി. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞല്ല, അവരെ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരുന്നു. എന്താ പറഞ്ഞത്? യുഖിനൂൻ എന്ന് പറയുന്നത് രണ്ടാണ്, അല്ലേ? ആഖിറത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ പെട്ടതാണ്. പരലോകല്ലേ ഉണ്ട്, സ്വർഗല്ലേ ഉണ്ട്, നരകല്ലേ ഉണ്ട്, മരണം, ഖബർ, ബർസഖ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനെ കണ്ണിൽ കണ്ട പോലെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്? ആ കടമ്പകൾ വിജയകരമായി കടക്കണമെന്ന ആത്മാർത്ഥമായ ചിന്ത കൊണ്ട് ദീനിനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? എന്നാൽ അവരെ കണ്ണിൽ കണ്ട പോലെ വിശ്വസിച്ചവരാ. ബദർ യുദ്ധം നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാഹിലിയ സംസ്കാരം, കളി കാണാൻ പോണമായി യുദ്ധം കാണാൻ പോകുന്ന ആൾക്കാർ. ആ കൂട്ടത്തിലെ അറാബി അതെന്താ? ഒരു നാടൻ മനുഷ്യൻ. അദ്ദേഹം വീട്ടിൽ നിന്ന് ഒട്ടകത്തിന്റെ മാംസം പകുതി വേവിന് ചൊട്ടിട്ടാണ് പോവുക. നമ്മുടെ ഈ ഗാലറിയിൽ നിന്ന് കടല കുറിക്കുമല്ലോ, അല്ലേ? ഞാൻ പറയുന്നത് കളി കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരു വേഗത്തിൽ കടല വാങ്ങി പോക്കറ്റുണ്ട്, അല്ലേ? കളി ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ കുറിക്കും, അടിക്കുക, ലെഫ്റ്റ് അടിക്കുക, കേറ്റടിച്ച് കയറി കൊടുക്കുന്നതൊക്കെ പറയും. നമ്മൾ ഇവിടെ ഇങ്ങനെ ആവേശം വരും. ഇതേപോലെ അറബി സമൂഹം പാറക്കെട്ടുകളാകുന്ന ഗാലറിയിൽ യുദ്ധം കാണാൻ വേണ്ടി ഇരിക്കും. അപ്പൊ ഈ പരീതി ഇറച്ചി ചുട്ട് അത് ഇലയിൽ പൊതിഞ്ഞ് പോക്കറ്റിലിട്ട് അറാബി വന്ന് കല്ലുമ്മ പേര് ഇന്നപ്പോ യുദ്ധക്കളത്തേക്ക് നോക്കിയപ്പോ 313 ദുർബലരായ മനുഷ്യന്മാർ ഒരു ഭാഗത്ത് 950 സർവ സജ്ജരായ ആളുകൾ, ആയുധണ്ട്, ആരോഗ്യമുണ്ട്, ജനക്കൂട്ടുണ്ട്, കുതിര ഒട്ടകളൊക്കെ ഉണ്ട്. ഇപ്പുറത്തോ പൊട്ടിയ വാത്, ചെളിഞ്ഞെളിങ്ങിയ പരിചകൾ, ചെരുപ്പ് പോലുമില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം, പാവങ്ങൾ. അപ്പൊ ഈ അറബിയുടെ നീതിബോധം ഹൃദയത്തിൽ ഉയരാൻ. അയാൾ കളി കാണാൻ പോയതാ, യുദ്ധം കാണാൻ പോയതാ, മുസ്ലിമാകാൻ പോയതല്ല. ശ്രദ്ധിക്കുന്ന ചരിത്രം ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സും അവരുടെ മനസ്സും, നമുക്ക് ഇസ്ലാമിനുള്ള പ്രതിബദ്ധതയും അവർക്ക് ഇസ്ലാമിനുള്ള പ്രതിബദ്ധതയും എവിടെ നിൽക്കുന്നു മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ മാറ്റമുണ്ടാകാനും അള്ളാഹു റമളാൻ എന്ന ഖുർആന്റെ വാർഷിക സമ്മേളനത്തിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ ഖുർആന്റെ വാർഷികമാണ്, അല്ലേ? നമ്മുടെ വിഷയതാണ്. അഹ്റാബിൽ ഇങ്ങനെ കണ്ടപ്പോ ഗാലറിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് യുദ്ധക്കാലത്തേക്ക് ചെന്നിട്ട് മുഹമ്മദ് നബി ഉടക്കുന്നുണ്ട്.
റസൂലിന്റെ ബഹുമാനമൊന്നുമില്ല, ഒറ്റ തോന്നല. മുഹമ്മദ് എന്താണ് എന്റെ പാള് പറ്റ കുറവാണ്, ആ കുറവാണ്, അതുകൊണ്ട് ഞാൻ ചേരാം. ഒരാളെങ്കിലും കൂടുതൽ കിട്ടിയാത്രയാണ്, ഞാൻ ചേരാം. എനിക്ക് എന്ത് കിട്ടും ചോദിച്ചു. എന്നും മനുഷ്യന്റെ ആഗ്രഹം എന്ത് കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞു ഫിൽ ജന്ന, സ്വർഗം കിട്ടുന്നുണ്ട്. അപ്പൊ എടുത്തിലേക്ക് ചോദിക്കുകയാണ് സ്വർഗം, ആ സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടുന്നു? എന്തും കിട്ടുന്നതാണ്. അങ്ങനെ ഉണ്ടോ? മഞ്ഞ ഒട്ടകൾ കിട്ടുമോ? ഇന്നിപ്പോ ഒരു ഓടി ബെൻസും അതേപോലെ ലംബോർഗിനിയൊക്കെ ചോദിക്കണ മാതിരിയാണ്. മഞ്ഞ ഒട്ടകൾ കിട്ടുമോ? ആ കിട്ടുന്ന. എത്ര കിട്ടുന്നു? എത്ര കിട്ടുന്ന ഒരു വലി. അങ്ങനെ ഒരു സ്വർഗം എന്റെ കുറച്ചെടുത്ത് എനിക്കിപ്പം മാറുന്നത്. മുഹമ്മദ് സാദം പറഞ്ഞത് അങ്ങനെ വെറുതെ കിട്ടൂല. പിന്നെ അതിന് ഷഹാദത്തിന് വേണം ചൊല്ലിക്കൊണ്ട. പെരിയിൽ കളി കാണാൻ വന്ന ഒരു മനുഷ്യന് തിരിച്ച് കളിക്കളത്തിൽ ഇറങ്ങണ പോലെയാണ് ഇത്. സാധാരണ കൈയും കാലും വെച്ചെത്തിയ ബൂട്ട് കൊണ്ട് നാല് ചവിട്ടിട്ടിട്ട് മസിന് വേദന അങ്ങനെ കളിയുള്ളത്. കാലി ഉടനും കൈയും കാലും വേറുന്ന പറയാ. ഒരു മുന്നും പിന്നും ചിന്തയൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഓക്കെ പറഞ്ഞു, ഷഹാദത്തിനെ ചൊല്ലിക്കൊടുത്ത് ഷഹാദത്തിന് വേണ്ടി എത്തി എഴുതി. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണോ? ആ സ്വർഗത്തിലേക്ക് പോകണം മുഹമ്മദ്, പാടുണ്ടോ? ആ മനസ്സൊക്കെ നിങ്ങൾ ഒരു ഒത്തുസ്കരിച്ചിട്ടില്ല, ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയിട്ടില്ല. അവിടെ വന്നിരുന്ന് ഇത് മനസ്സിലാക്കി അവിടുന്ന് വാഴ വെച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ വാഴ ധരിച്ചില്ല. അത് പറ്റൂല, എനിക്ക് ആ സ്വർഗത്തിൽ പോകണം. ഒരു മരത്തുമ്പോൾ ഒരു കൊമ്പണ പൊട്ടിച്ച് റസൂലുള്ളാഹി ആരോപിക്കണം. യുദ്ധക്കളത്തിൽ ആ കൊമ്പോണ്ട് എന്താ കാര്യം? വെട്ടുകിട്ടി ഷഹീദായി ദഖലൽ ജന്ന, സ്വർഗത്തിൽ കണ്ടുപോയി. ഇതാണ് അവരുടെ മനസ്സിലെ സ്വർഗം. അല്ലേ? കണ്ണിൽ കണ്ട പോലെ വിശ്വസിക്കാം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് യുദ്ധത്തിൽ തോറ്റപ്പോ അങ്ങനെയുള്ള പിടിച്ചോണ്ടു. അപ്പൊ ഹുബൈബ് ഒരു ശത്രുവിനെ കൊന്നിട്ടുണ്ട്. ആ കൊന്ന മനുഷ്യന്റെ മക്കളാണ് ഹുബൈബിനെ ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. എന്തിന്? ബാപ്പാനെ കൊന്നതിനുള്ള പകരം തീർക്കാൻ. ഉറപ്പാണ് കൊണ്ടുപോകുന്നത് ജോലി എടുക്കാനല്ല, മറിച്ച് കൊല്ലാനാണ്. ഹുബൈബിനറിയാം, പക്ഷെ ഒരു ഭാവമാറ്റമില്ല, ഒരു പേടിയില്ല. അങ്ങനെ അദ്ദേഹത്തെ വീട്ടുതറങ്ങളിൽ ഇട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഹുബൈബ്, നാളെ അന്നെ ഞങ്ങൾ ഈ മലന്റെ മേലെ കൊണ്ടുപോയിട്ട് ഈന്തപ്പനത്തടി ഇങ്ങനെ കുരിശ് പോലെ വെച്ചിട്ട് അതുപോലെ ആണി അടിച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കുലുക്കൂല്ല, ഒരു ബേജാറില്ല. നമ്മളാണെങ്കിലും എന്താ മാണ്ടിച്ചാൽ തരാം. മതം മാറണോ? ഞാൻ മതം മാറിക്കോളാം, അത് പ്രഖ്യാപിക്കാം, അല്ലേ? അദ്ദേഹം തലേന്ന് വീട്ടുകാരത്തിയോട് കത്തി ചോദിക്കുക. ഇസ്ലാമിക ചരിത്രാനിയായി പറഞ്ഞു, അമ്മമാരെ ശ്രദ്ധിച്ചോളെ. വീട്ടുകാരത്തിനോട് കത്തി ചോദിച്ചു. എന്തിനാ കത്തി? കയറെടുത്ത് രക്ഷപ്പെടാനാ? അല്ല, ഞാൻ അല്ലാഹു തആല തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ പ്രഭാതം കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ് സ്വർഗത്തിലേക്ക്, ഇൻഷാ അല്ലാഹ്. അവിടെ എന്റെ നഖം ഒന്ന് വെട്ടണം, മീശരോമങ്ങളൊക്കെ ഒന്ന് മുറിച്ച് നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കത്തി കൊടുത്ത അദ്ദേഹം ആ പണി ഞാൻ നടത്തുമ്പോ ആ വീട്ടിലെ ചെറിയ കുട്ടി ഹുബൈബുള്ളാഹിന്റെ അടുത്തേക്ക് മുട്ടുകുത്തി ഇങ്ങനെ വന്നു. അദ്ദേഹം ആ കുഞ്ഞിനെ മടിയിലിരുത്തി. അങ്ങനെ അദ്ദേഹത്തിന് ജോലി ചെയ്യാം. ഈ രംഗം കണ്ടിട്ടാണ് പെരക്കാരൻ വരുന്നത്. എന്തുണ്ടാവും? നാളെ ഞാൻ കൊല്ലാൻ പോകുന്ന ഒരുത്തന്റെ കയ്യിൽ കത്തിയുണ്ട്, എന്റെ കുട്ടിയുണ്ട്. അയാൾക്ക് ശ്വാസം വിടാൻ പറ്റുമോ? അല്ലെ? നമ്മളെ ജാതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ കാലഘട്ടത്തിൽ ഏതാണ് എന്റെ തന്തന്നെ നാളെ കൊല്ലാണ്. നിജത്തിനെ ജീവിക്കണേ ചേന ചെക്കമാരി അവന്റെ തല ചെത്തിയുണ്ട്. വൈകാരിക ജീവികൾ അങ്ങനെയുണ്ടോ? അല്ലേ? ഒരുത്തനെ അവിടെ തട്ടിയത് കേട്ടാൽ ഏതോ നാട്ടിലെപ്പുറത്തുള്ള മസാലക്കാരന്റെ പൊള്ളക്ക് എത്തിയേച്ച എണ്ണ തേച്ചാൽ മതി, ആളാളാണെന്ന് നോക്കണ്ടാവും. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇയാളിങ്ങനെ ശ്വാസം വിടാൻ പറ്റാതെ നിൽക്കുകയാണ്. ഹുബൈബ് കത്തിയാണ് കൊടുത്തു. ഓ, സമാധാനായി. കുറച്ച് കുട്ടിനെയാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ബേജാറായിക്കാൻ എന്താ മനസ്സിലായി? നാളെ ചിന്നെ കൊല്ലാൻ പോവാൻ, എന്റെ കുട്ടി എന്റെ കയ്യിൽ, ഞാൻ വല്ലതും ചെയ്യുമോ? ഇല്ല. ഞാൻ എന്തിനു കൊല്ലണം? ഞാൻ എന്തിനു നിന്നോട് പകവെക്കണം? എന്റെ ലക്ഷ്യവും നിന്റെ ലക്ഷ്യവും ഒന്നല്ല, രണ്ടാണ്. ഞാൻ അറിഞ്ഞ സത്യം നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നെ വീട്ടിൽ തലങ്ങളിലില്ല. സുബഹി കഴിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥന കഴിഞ്ഞ് ഹുബൈബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ നടക്കുക. പൊതുവെ അറക്കാൻ കൊണ്ടുപോകുന്ന മാക്കാരി മുമ്പിലെ നടക്കുന്നത് അല്ല, വലിച്ചുകൊണ്ടല്ല. കൊല്ലാനാണെന്ന് കൂടി കേട്ടാ പിന്നെ നമ്മളെ വലിച്ചാൽ കിട്ടുമോ? ഹുബൈബ് കയറൊക്കെ എടുത്തത് മുന്നിൽ വേക്കെ പോകുന്നോളി മലന്റെ മേലെ കയറി നോക്കി കുരിശിൽ കൈ നീട്ടി വെച്ചു, ആണി അടിച്ചു.
ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ ചോര ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇഞ്ചിഞ്ചായി മരണവേദന ആസ്വദിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ നോക്കിക്കൊണ്ട് തെറി പറയുകയല്ല, വലസ്തു ഉബാലീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ഇല്ലാഹി മസ്റഹി. ഹുബൈബ് തങ്ങൾ പാടിയ വരികളാണ്. ഹുബൈബ് നിങ്ങളോട് പകയില്ല കേട്ടോ, ഹുബൈബ് നിങ്ങളോട് ദേഷ്യം പിടിക്കുന്നില്ല കേട്ടോ. എന്തിനാണ് ഞാൻ ദേഷ്യം പിടിക്കുന്നത്? എന്നെ നിങ്ങൾ ഏത് കോലത്തിൽ ചുരുട്ടിക്കൂട്ടി കൊന്നാലോ ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത് പൂർണ്ണമായി ജീവിതം സമർപ്പിച്ചൊരു മുസ്ലിമായിട്ടല്ലേ. അതാണ് മുസ്ലിം. ഇത് കാലഹു മുസ്ലിം. അല്ലാഹു പറഞ്ഞു ഇബ്രാഹിമിനോട്, ഇബ്രാഹിമേ നീ ഒരു മുസ്ലിമാണ്. കാല അസ്ലംതു റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബിന് വേണ്ടി ഞാനിതാ എന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ ആ ഭാര്യ മക്കളെ കാബാലയത്തിൽ കൊണ്ടുപോയിടാൻ സാധിച്ചത്. അതുകൊണ്ടല്ലേ 9 വയസ്സ് പ്രായമായ മകനെ കഴുത്തറയ്ക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറായത്. തീക്കുണ്ടാരത്തിൽ ശത്രുക്കൾ എറിഞ്ഞപ്പോൾ ധൈര്യസമേതം അതിലേക്ക് നടന്നു കയറിയത്. എന്താ കാരണം? കീഴ്പ്പെട്ട് ജീവിച്ചു. നമുക്ക് ഇസ്ലാമിന് ഭാരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് മുസ്ലിം നമ്മളും ഭാരമാണ്. സ്വഹേബത്ത് മജ്ജയും മാംസവും കൊടുത്തിട്ടാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയത്. ഒരു കവി പറയാണ്, ആ മുൻകടന്നു പോയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആ സ്വഹാബത്തിന്റെ സലഫുകളുടെ മാർഗത്തിലാണ് ഞാൻ എന്ന് പറയുന്ന മനുഷ്യരോട് ചോദിക്കാൻ. നമ്മളങ്ങനെ പറയണമല്ലേ? നമ്മളെ പേരെന്താ? മുജാഹിദീൻ കേരളത്തിൽ പറയും. മൊത്തത്തിൽ നമ്മളെ പറ്റി പറയുന്നത് സലഫികൾ അല്ലേ? അപ്പൊ സലഫു സ്വാലിഹായ സ്വഹാബത്തിന്റെ മാർഗത്തിൽ പോയവരാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു നമ്മൾ. കവി ചോദിക്കാൻ അവരുടെ കയ്യിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വിഭവങ്ങളുണ്ട്. മഹാനായ റസൂലിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വീഴുമ്പോൾ 64 വെട്ടുകളുമായിട്ടാണ് പോകുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ദർബാറിൽ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും പുറത്തൊരു ഷാളിടും. ആർക്കും മനസ്സിലായില്ല എന്തിനാണത്. ഒരിക്കൽ എഴുന്നേറ്റപ്പോൾ ഒരു ചുള്ളിക്കമ്പ ഷാൾ തട്ടി അദ്ദേഹത്തിന്റെ ഷാള് പുറത്തേക്ക് വീണ് പോയി. കണ്ണു നിന്നവരൊക്കെ കണ്ണു പൊത്തിപ്പോയി. ഉമർ ഖത്താബ് അവനെ കരഞ്ഞുപോയി. എന്താ സംഭവം? വലിയ ഒരു പഴുത്ത മട പുറത്ത് എൽക്കൂടുകൾ ഇറച്ചി മാംസമൊക്കെ പിഴുതെടുത്തിട്ടുണ്ട്. ചോദിച്ചു, ആരോടും പറയാത്ത രഹസ്യം പറഞ്ഞു. ശത്രുക്കൾ മലത്തി കിടത്തി ചുട്ടുപഴുപ്പിച്ച പടയിങ്കി വെച്ച് എന്റെ പുറം ഭാഗം ഓട്ടയാക്കിയതാണ്. സഹിച്ചില്ലേ സ്വർഗത്തിന് വേണ്ടി അവർ അല്ലേ? മാവേലി സ്റ്റോറിൽ 72 രൂപേന്റെ മമ്പയർ അല്ലെങ്കിൽ 90 രൂപേന്റെ ചെറുപയറ് പിന്നെ 55 രൂപ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ, 44 രൂപയുടെ പഞ്ചസാര അവിടെ 30 രൂപ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ വായിലേ നമ്മൾ റേഷൻ കാർഡ് എടുത്തിട്ട് പോലേ. അദ്രമാനും പാത്രയും ഖദീജയും മൈമാരിയും ഒക്കെ പായില്ലേ? പായി 10:30 മണിക്ക് തുറക്കണം. മാവേലിശ്വരം മുമ്പിൽ 8 മണി മുതൽ 10 മണി മുതൽ വരിയോട് വരി. പോയി നോക്കി, വെയില് കൊണ്ട് ഇരുന്ന് വീണ് ചിലർ നോമ്പ് വരെ എന്നാലും മതിയില്ല. എന്താ 44 രൂപയുടെ പഞ്ചസാര 2 കിലോ കിട്ടിയില്ലേ? ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിന് എന്ത് റിസ്ക് നമുക്ക്. എന്നാ ഒരു കാടൊന്നും വെച്ചെത്തിയാലോ, ഒരു നഗം പറഞ്ഞിങ്ങനെ പൊന്തിന്നാലോ അപ്പൊ ബോധം കെട്ടുപോകുകയും ചെയ്യും. യുദ്ധത്തിൽ ഒരു സഹാബിക്ക് വെട്ടലേറ്റിട്ട് ഒരു കൈ മുറിഞ്ഞാണ്. മൂപ്പർ അറിഞ്ഞിട്ടല്ലല്ലോ, രണ്ടാമത്തെ കൈക്കാൻ മാറ്റി വീണ്ടും വെട്ടി. ഈ കൈകാലുകൾ ഈ കൈയിന് മുറിഞ്ഞിട്ട് ഞരമ്പ് ഈ വെട്ടിന് കിട്ടിയിട്ട് ഈ കൈ ഇങ്ങനെ തൂങ്ങാണ്. നമുക്ക് മാറ്റി യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകിയിട്ട് അസ്വസ്ഥായി കാലിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു വരി. അതെന്താ? അത് ഓൽക്കട്ട് കൊടുക്കുക. ഒരു കിട്ടിയില്ല. മരണം റുസ്തം എന്ന സൈന്യനായകന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി ഉമറുന്റെ ഭരണകാലഘട്ടത്തിൽ. അങ്ങനെ ദിവസങ്ങൾ ഏറ്റുമുട്ടിയിട്ടും വൻ പടയായ റുസ്തമിന്റെ പടയാളികൾക്ക് ന്യൂനപക്ഷമായ ഖാലിദ് റളിയല്ലാഹുവിന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എന്താ അതിന്റെ കുട്ടൻസ് ഓർക്ക് മനസ്സിലായില്ല. മുസ്ലിങ്ങളുടെ ടെന്റിലേക്ക് അർദ്ധരാത്രി റുസ്തം ഒരു ചാരനെ പറഞ്ഞേക്കുന്നു.
ഒരു ചാരൻ അതിലൂടെ വന്ന് തിരിച്ചു പോയി നോക്കുമ്പോൾ ആനകള് അല്ല കുതിരകള് അവരുടെ ഈ ഒട്ടകൊക്കെ എല്ലും കൂടെ വേണ്ടത്ര ആരോഗ്യന്മാരല്ല ആളുകൾ, കൈകളിൽ ആയുധം കുറവാണ്. ഇനി എന്താണ് ഇറ്റങ്ങളെ തോന്നിക്കാൻ പറ്റാത്തത്? ഞാൻ എന്തെന്റെ രാജാവിനോട് പറയും? തിരിച്ചദ്ദേഹം പോകാൻ സമയത്ത് ഫജറിന്റെ സമയത്ത് തേനീച്ചയുടെ മൂളക്കം പോലെ രണ്ടുകളിൽ ഒരു മൂളക്കം കേട്ടു. അദ്ദേഹം പതിയെ ചെന്ന് നോക്കി കാതു വെക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ തഹജ്ജുദ് നമസ്കരിച്ച് സർവ്വലോക റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹാബത്ത്. എന്താണ് പ്രാർത്ഥന എന്നറിയുന്നത്? അള്ളാഹുവോട് പറയാനുള്ള ദിവസങ്ങളോളമായി ഞങ്ങൾ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങി അവരാടാൻ തുടങ്ങിയിട്ട് എന്റെ ഈ കുന്തം കൊണ്ട്, എന്റെ വാള് കൊണ്ട്, ഈ അമ്പ് കൊണ്ട് അനവധി ശത്രുക്കളെ ഞാൻ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ശത്രുവിന്റെ ഒരു വാളോ കുന്തമോ എന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല റബ്ബേ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ തവക്കുലാക്കി യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ നാളെ എന്നെ ഈ ടെന്റിലേക്ക് തിരിച്ചയക്കില്ല റബ്ബേ. എന്നെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകണമല്ലോ, എനിക്ക് സ്വർഗം നൽകണേ റബ്ബേ. തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് മുസ്തമിനോട് പറഞ്ഞു, മുസ്തം, ഒരിക്കലും നമുക്ക് ആ ന്യൂനപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല. എന്താ ഓരോരുത്തർ സെറ്റപ്പ് ഉണ്ട്? ഒരു സെറ്റപ്പും ഇല്ല. എന്താണ്? നാം എപ്രകാരം ഈ ദുനിയാവിൽ ജീവിക്കാൻ കൊതിക്കുന്നുവോ അപ്രകാരം മരണത്തെ കൊതിക്കുന്നവരാണ് അവര്. മരണത്തെ കൊതിക്കുന്ന ഒരു ജനപദത്തെ ജീവിതം കൊതിക്കുന്ന നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. ഹൃദയത്തിൽ പകയില്ലാത്തവർ, സ്ഥാനം ആഗ്രഹിക്കാത്തവർ. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത സന്ദർഭത്തിൽ അലി ഇബ്നു അബീ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധസ്ഥാനം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭരണം ഏറ്റെടുത്ത ഉടനെ ആദ്യത്തെ പരിഷ്കാരം എന്താ? ഖാലിദിനെ സർവ്വ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കിയിട്ടുണ്ട്. കേവലം അവിടെയുള്ള ഒരു സാധാരണക്കാരനായ ഭടനെ സർവ്വ സൈന്യാധിപ സ്ഥാനമാക്കി. എന്നാൽ ഒരു ഗവർണറാക്കി, ഒരു കമാൻഡർ ക്യാപ്റ്റനാക്കി, സംസ്ഥാന നേതാവാകുന്ന ഒരു സെക്രട്ടറി പ്രസിഡന്റിനെ താഴത്ത് കിട്ടിട്ട് ഒരൊന്നും അല്ലാത്ത ഏമാക്കാനെ കുറിച്ച് സെക്രട്ടറി ആക്കുക. നമ്മൾ അറിയിക്കോ? കൊല്ലം ഫിത്തനെയും ഭാര്യയിലേക്കാനും അല്ലേ? മഹലും കമ്മിറ്റി സെറ്റപ്പ് ഒക്കെ തോറ്റിച്ചു. എന്താ അത് ശരി, ഇത്രയും കാര്യം നമ്മളൊക്കെ കൊണ്ടുവന്നിട്ട് ഓങ്ങിട്ട് വന്ന പോലെ നമ്മളെ കത്തി എന്നാ കാണിച്ചു കൊടുക്കാം. ഇന്ത്യക്കാർ ഖാലിദ് അവന് കത്ത് കിട്ടിയ ഉടനെ അദ്ദേഹം ആ അരപ്പട്ടയിൽ കത്ത് തിരികി അദ്ദേഹം വാളുകൂടി ശത്രുവിന്റെ ഇടയിലേക്ക് ഇറങ്ങി ആ ഉമർ ഖത്താബ് നിശ്ചയിച്ച ആളോട് പറഞ്ഞു, സ്വകാര്യത്തിൽ ഇത് യുദ്ധം ചെയ്യല്ലേ, എന്ത് ചെയ്യല്ലേ, എന്റെ ഒപ്പിലേക്ക് ഞാൻ ഇരുന്ന സീറ്റ് വെക്കുക. അദ്ദേഹം കേവലം ഭടനായി ഇറങ്ങിയാണ് തിരിച്ച് യുദ്ധത്തിന് മുന്നിൽ നിന്ന് പോരാടി യുദ്ധം വിജയിപ്പിച്ചൊന്നാണ് തോന്നിപ്പോൾ. എന്നിട്ട് എല്ലാവരും നിന്ന് വിശ്രമിച്ചപ്പോ കത്തെടുത്ത് വായിച്ചു. കത്ത് കേട്ടപോലെ രണ്ട് ഗ്രൂപ്പുണ്ട് അവിടെ. ഒരു കൂട്ടർ പറഞ്ഞ് ഖലീഫ ചെയ്ത് ശരിയായില്ല, യുദ്ധം തീരുന്ന് അവിടെ എത്തിയിട്ട് തീരുമാനിക്കുന്ന മുമ്പ് ഖാലിദിനെ പുറത്താക്കിയത് ശരിയായില്ല. മറ്റൊരു പറഞ്ഞു അമീർ എടുത്ത തീരുമാനം ഏത് സമയത്തിൽ അംഗീകരിക്കണം. യുദ്ധ സമയത്ത് ഇത് വായിച്ച് ഫിത്തന ഉണ്ടാക്കിയാൽ അവിടെ യുദ്ധം വിജയിക്കുമോ? ഫിത്തന ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാകും. അപ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെ മുടി ഉണ്ടാക്കണ്ട. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നീ എന്നെ ഉന്നതനായ സർവ്വസൈന്യനാഥനായി ഉയർത്തിയപ്പോഴും റബ്ബേ നിന്റെ മാർഗത്തിൽ ഞാൻ പ്രവർത്തിച്ചതും പോരാടിയതും നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയല്ല. ഇപ്പോൾ നീ എന്നെ ഒരു സാധാരണ ഭടനാക്കി താഴ്ത്തിയപ്പോഴും ഞാൻ ഈ ഉന്നമനത്തിന് വേണ്ടി പോരാടിയതും നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ ഇഷ്ടമോ പ്രീതിയോ എനിക്ക് വേണ്ടത് നിന്റെ പ്രീതിയാണ് അല്ലാഹ്. ഇതാണ് സ്വഹാബത്ത്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ ഖുർആൻ പറഞ്ഞില്ലേ, മത്സരിക്കുന്നവരെ നിങ്ങൾ മത്സരിക്കേണ്ടത് ദുനിയാവിന്റെ ചപ്പടാച്ചിക്ക് വേണ്ടിയല്ല, അധികാരമോഹത്തിന് വേണ്ടിയല്ല, ആരോഗ്യം പരിശോധിക്കാനല്ല, വലിയ വീട് വെച്ച് പരിപാലിക്കാനല്ല, മറിച്ച് നിങ്ങൾ മത്സരിക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഈ മത്സരം, ഈ മുദ്രാവാക്യം ഇതങ്ങട്ട് കേട്ടിട്ട് സ്വഹാബികൾ മത്സരിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇതുപോലെ ദീനിങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുമല്ലോ, ആ സദസ്സിൽ പ്രായമുള്ള ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെ യുവാക്കളുണ്ട്, അതേപോലെ തന്നെ ഈ കൗമാരപ്രായക്കാരായ 13-14 വയസ്സുള്ള കുട്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് പാല്, ഒരു തോൽപാത്രത്തിൽ പാല് ഹദിയയായി കൊണ്ടുവന്നു. റമദാനിലേക്ക് നമ്മൾ ചായ സമൂസ ഒക്കെ കൊടുക്കൂലേ, ഇതേപോലെ ഹദിയയായിട്ട് പാലിങ്ങനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്പം കുടിച്ച് ബാക്കികൾക്കൊക്കെ കൊടുക്കും. റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ച് ബാക്കി വിതരണം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ
ഇടത്തെ ഭാഗത്ത് പ്രായമുള്ള മനുഷ്യന്മാർ, കാരണവന്മാർ, വലത്തെ സൈഡില് നല്ല ധനപോലത്തെ കുട്ടികൾ. മക്കൾ ശരിക്കും കേട്ടോളി, കുട്ടികൾ. അപ്പൊ ഈ പ്രായമുള്ള ആളുകൾക്ക് പാലാദ്യം കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹിന്റെ പൂതി. അതെന്താ? പ്രായമുള്ളവരെ ബഹുമാനിക്കണമല്ലോ. പക്ഷെ ഇസ്ലാമിൽ എന്തൊരു സുന്നത്താക്കണം തുടങ്ങി എവിടെ നിന്ന് തുടങ്ങണം? വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ. അപ്പൊ ഇതാകെ കൺഫ്യൂഷനാണ്. ഇനി മറികടക്കാൻ എന്താ മാർഗം? കുട്ടികളെ സമ്മതിച്ചാൽ മതി, അപ്പൊ അതിന് കുഴപ്പമില്ലല്ലോ. റസൂലിന്റെ ഒപ്പം നിൽക്കുന്ന 13 വയസ്സിലെ കുട്ടികളോട് റസൂൽ വെച്ച, മോനെ ഈ പാല് ഞാൻ വയസ്സന്മാർക്ക് കൊടുത്തിട്ട് അടുത്തെന്താ പോലെ കുട്ടിയെന്ന് പറ്റൂല നബിയെ, പറ്റൂല. ഞാൻ എന്തിനാണ് വെയിലും കൊണ്ട് ഈ സൊഫിൽ ആദ്യം തന്നെ വലത്തെ ഭാഗത്ത് വന്നിരിക്കണ? നിങ്ങൾ എന്ത് ഹൈറ് തുടങ്ങാനും ബണ്ണ തുടങ്ങാൻ തരാം. ഇങ്ങോട്ട് തരും പാല് വാങ്ങിയാൽ കുടിച്ച് പാല് സമയത്ത് പോകുമോ? ഇല്ല. പക്ഷെ റസൂലുള്ളാഹിയുടെ കൈ കൊണ്ടാ കിട്ടുന്നത്. ആ പുണ്യം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഇത് റസൂലുള്ളാഹി വളർത്തിയെടുത്ത സമൂഹത്തിലെ 13 വയസ്സിലെ കുട്ടിന്റെ നിലവാരമാണെങ്കിൽ നൂറുകണക്കിന് ഖുതുബകൾ പറയുന്ന ഖതീബുമാരും സംഘടിപ്പിക്കുന്ന പള്ളി കമ്മിറ്റിയും അതിനുവേണ്ടി ഓടി നടക്കുന്ന അനുഭാവികളും എത്ര നന്മയിൽ മുന്നേറിയിട്ടുണ്ട്, എത്ര മുന്നേറിയിട്ടുണ്ട്. ജുമാക്ക് ഇമാം മെമ്പർ കയറി മുമ്പെത്തണം. ഒട്ടകത്തിനർത്ഥ കൂലിയും ആടിനർത്ഥ കൂലിയും കോഴിനർത്ഥ കൂലിയും കോഴിമുട്ടന്റെ കൂലിയും ഒക്കെ പറയും. പക്ഷെ നമുക്ക് കോഴിമുട്ടന്റെ തൊണ്ട് പോലും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? റമദാന്റെ കാര്യം എല്ലാം പറയും, റമദാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. റമദാനിൽ ചിലപ്പോൾ RSPക്കാർ ഇറങ്ങുമ്പോ നമുക്ക് സ്ഥലം കിട്ടില്ല. സ്ഥിരമായിട്ട് ഒന്നാമത്തെ സപ്പിൽ കസായിട്ടിരിക്കണ മുസലിട്ടിരിക്കണ പല വയസ്സന്മാർക്കും ആദ്യമാർക്കും ഒന്നാം സപ്പ് ഒരു മാസം 10 ദിവസം കാണാൻ തന്നെ പറ്റില്ല. എന്താ? ആദ്യത്തെ 10 RSPക്കാരിൽ ഇറങ്ങും. RSPക്കാരല്ല യന്ത്രത്തൊക്കെയായിട്ട് മറ്റേ പോലീസുകാരല്ല, തലമുറ ഇങ്ങനത്തെ തൊപ്പി നൂൽത്തൊപ്പിയൊക്കെ കൊത്തിയിട്ട് റമദാൻ സ്പെഷ്യൽ പാർട്ടി, റമദാൻ മാത്രം സജീവമായ ആൾക്കാർ. അള്ളാഹു ഓരോ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കി കൊടുക്കട്ടെ. നമ്മൾ കളിയാക്കണ്ട, മാറ്റം ഉണ്ടാവും. ക്ലാസ് കേട്ട് മാറും. അങ്ങനത്തെ ഒരു പടത്തിന്റെ അർത്ഥത്തിലെല്ലാം പറഞ്ഞു മാറും. ഇൻഷാ അല്ലാഹ് മാറ്റട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെയല്ല, മത്സരിക്കുകയാണ്. അഹ്ലു സുഫ എന്ന് പറഞ്ഞ വിഭാഗം. ആരാ അഹ്ലു സുഫ? വീടും പൊടിയുമില്ലാത്ത പാവങ്ങൾ, വസ്ത്രമില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ. ആ പാവപ്പെട്ട മനുഷ്യന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ഓരങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ, കായ്ക്കാര് അള്ളാന്റെ മാർഗത്തിൽ പൈസ കൊടുത്തിട്ട് ഓലിങ്ങനെ മുന്നേറുകയാണ് അള്ളാഹുവിന്റെ ലോകത്തിൽ സ്വർഗത്തിലേക്ക് വേണ്ടി. പൈസ അങ്ങനെയാണ് കൊടുത്തു വലുതാണ്. റമദാനിലാണ് കാര്യമായിട്ട് പൈസ നല്ലോണം കൊടുക്കേണ്ടത്. പക്ഷെ റമദാനിന് ഒരു പരാതി ആൾക്കാർ പറയും. എന്താ പരാതി? അവര് നിങ്ങളൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, റമദാൻ സമാഗതമായ പിശാചിനെ കെട്ടിടും, ശൈത്താന്മാരെ ചങ്ങലയിൽ ബന്ധിടും. പക്ഷെ അത് ശരിയല്ലാണ്. പിരിവാരെ തുറന്നിടും, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിരിവാരെ തുറന്നിടും, ഇഷ്ടം പോലെ പിരിവാരുണ്ടാവും. റസീറ്റിന്റെ കളറ് കണ്ടാൽ മതി. വരുന്ന മൗലവിന്റെ തൊക്കിലൊരു ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ ചിലവർ നിസ്കാരം കഴിഞ്ഞാല് അതൊക്കെ പറയും. അന്ന് വെച്ചാൽ സാധു കഫറുകൊണ്ട് ഇറക്കാൻ പറ്റില്ല, തുപ്പാൻ പോകാൻ അല്ല, മുങ്ങാൻ പോകാൻ. ചിലവർ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെയൊക്കെ പോകും. അപ്പൊ നമ്മുടെ എല്ലാം മൂത്രമൊക്കെ മുട്ടിട്ട് ചിലപ്പോൾ വരും. ഇവിടെ ഒറ്റ പോകും, മൂത്രമൊക്കെയാണെന്നില്ലാതെ. ഇങ്ങനെ നമ്മൾ മുങ്ങിയാല് റമദാൻ കഴിഞ്ഞ് കണക്കൂട്ടുമ്പോ ചരണ്ടിട്ട ബത്തക്കന്റെ മൂന്നും ഉണ്ടാവും, ഈമ്പിട്ട ഈത്തപ്പഴത്തിലെ കുടുംബം ഉണ്ടാവും. അള്ളാന്റെ മീസാനിൽ ഒന്നും ഉണ്ടാവില്ല. അടിച്ചു വീശുന്ന കാറ്റിനപ്പോൾ റസൂലൊക്കെ കൊടുത്തു അല്ലേ? ഇൻഷാ അല്ലാഹ് ഇവിടെ ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ളൊന്നുമില്ല, ഞാൻ ഒരു പിരിവിന് വേണ്ടി നിയ്യത്താക്കി വന്നതാണ്. അതായത് ഞാൻ താമസിക്കുന്ന തിരുവനങ്ങാടിൽ നിന്നും കൂരിയാണ് നമ്മളെ സമ്മേളനം നടന്ന സ്ഥലം. അവിടുന്ന് ഉള്ളോട്ട് ഒരു പ്രദേശത്ത് മസ്ജിദുൽ ഹഖ് കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു പള്ളിയാണ്. മുത്തന്നൂർ പള്ളി കേസ് കേട്ടില്ലെങ്കിൽ മയ്യത്ത് മറവ് ചെയ്യാൻ കഴിയാതെ അവസാനം ഫതഹായ മുത്തന്നൂർ കേസ്, അതുപോലെ കേസുള്ള പള്ളിയായിരുന്നു. ഗവൺമെന്റ് കോടതിയല്ല. അതിന്റെ ചരിത്രം ഇല്ലാമെന്ന് ഞാൻ പറയില്ല, റമദാൻ ആയതുകൊണ്ട്. സോഷ്യൽ മീഡിയയുടെ ക്ലാസ്സിലൊക്കെ എനിക്കറിയാം. അങ്ങനെ വിവാദമായ ഒരു പള്ളിയാണ്. ആ പള്ളി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ 2-3 ആൾക്കാരേ ഉള്ളൂ. വേണ്ട സാമ്പത്തിക സ്രോതസ്സില്ല, പരിചയര ആരുമില്ല. അതുകൊണ്ട് അവിടെ പരിചരണത്തിന് നല്ല ഒരു തുക ബാധ്യതയുണ്ട്. ഈ ക്ലാസ് ചെയ്യുന്ന സഹോദരികളോട്, സഹോദരന്മാരോട് ഞാൻ പറയണത്,
നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കയ്യിൽ ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കരീംസലായുമായിട്ടോ മാഷുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേ വഴി, സോഷ്യൽ മീഡിയ സൗകര്യങ്ങളോട് അങ്ങനെയല്ലോ, ഗൂഗിൾ പേ എന്ത് ചെയ്യാം, അയച്ചു തരാം. കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ നാം കൊടുക്കുന്ന ഈ സദഖ, ഈ ദാനകർമ്മങ്ങൾ, ഇത് നമുക്ക് പള്ളിക്ക് വേണ്ടിയായാലും മദ്രസത്തിന് വേണ്ടിയായാലും അന്നദാനത്തിന് വേണ്ടിയായാലും പാവപ്പെട്ടവരുടെ കണ്ണീരൊക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടിയായാലും ഇതെല്ലാം കത്തിജ്വലിക്കുന്ന നരകത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്ന അതിമഹത്തായ ഒരു പരിചയമാണ്. സിറാത്ത് എന്ന പാലം കടക്കുമ്പോൾ ഇരുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ സദഖകൾ പ്രകാശമായി മാറും. അപകടമായ മരണം, ആക്സിഡന്റുകൾ, മാരക രോഗങ്ങൾ അതിൽ വരെ തടയപ്പെടും സദഖ. ഞാൻ പറഞ്ഞെന്താണ്, ആ മാർഗത്തിൽ കൊടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി നാം കൊടുക്കുന്ന ഒരു ചെറിയ സംഖ്യ, 100,000, 50,000, 500,000, 1000 അത് പലതുള്ളി പെരുവമാണ്. ആ പലതുള്ളി പെരുവായി അത് പള്ളിയിലെ ഫാന്, മോട്ടർ, വെള്ളം, അവിടുത്തെ മൈക്ക്, അവിടെ നടക്കുന്ന എന്ത് സംരംഭങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ മീസാൻ നടക്കും. നമ്മൾ ഇടപെട്ടു പോയാലും നമുക്ക് ബാക്കിയാകുന്ന സദഖയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഒന്നതാണ് ജാരിയായ സദഖ. അതുകൊണ്ട് എത്ര പൈസ കുടിക്കലിനും കല്യാണത്തിനും യാത്രകൾക്കും നമ്മൾ ഷർട്ട് എടുക്കാനും നാസ്താക്കാനും ഒക്കെ നമ്മൾ കളയുന്നത് ഇല്ലേ, നല്ല മാർഗത്തിൽ കൊടുത്തൂടെ കുറച്ച്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുമായി ബന്ധപ്പെടാം. ഇപ്പൊ കയ്യിലുള്ളവര്, ഓഫർ പറയാൻ പറ്റുന്നവര് ക്ലാസ് കഴിഞ്ഞാൽ ഞാനുമായി നേരിട്ട് ബന്ധപ്പെടാം. അഹ്ലു സുഫക്കാർ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ പരാതി ഇതാണ്: നബിയെ, പണക്കാരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് കൂലി നേടുന്നു, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ദാനകർമ്മം ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴെ തട്ടില് ഓരോ പൈസക്കാരായതുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ തട്ടില് അത് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്കും ആ പണക്കാരെ കൂടെ സ്വർഗത്തിലെത്തണം. അതിന് റസൂലെ വഴി കണ്ടു പറഞ്ഞിരുന്ന എന്താ അഹ്ലു സുഫക്കാരോട് റസൂലുള്ളാഹി പറഞ്ഞത്? കൂട്ടരെ 10 രൂപ കൊടുക്കൽ മാത്രമാണ് സദഖ അല്ല. കുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ അംറുൽ മഅറൂഫി സദഖ നഹ്യൻ മുൻകരി സദഖ ഇമാതത്തുൽ അനി ത്വരീഖ് സദഖ. റസൂലുള്ളാഹി സദഖ കുറേ പറഞ്ഞു. അപ്പൊ പൈസ ഇല്ലാത്തവർക്ക് സദഖന്റെ കൂലി കിട്ടുന്ന പണിയാണ് സുബ്ഹാനല്ലാഹ് സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്. വഴിയിൽ നിന്ന് ഒരു ഓല വീണെടുക്കുക എന്നാൽ മാറ്റിക്കളി സദഖയാണ്. ഒരു ചങ്ങായി വണ്ടിക്ക് കയറാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്, ഒന്ന് തോള് വെച്ചു കൊടുത്താളി സദഖയാണ്. ഒരാളുടെ ലോഡ് ഒന്ന് ഇറക്കി വീട്ടിൽ എത്തിച്ചു കൊടുത്താളി സദഖയാണ്. നടന്നു പോണ ഒരാൾ അങ്ങോട്ടാണ്, എന്നാ കയറിക്കോളി വണ്ടിന്റെ സദഖയാണ്. ഖുർആൻ ഓതിക്കോളി സദഖയാണ്. എത്ര സദഖ! നമ്മളെ ആരും 10 രൂപ മാത്രമേ സദഖാവുള്ളൂ, അല്ല, ഒക്കെ സദഖയാണ്. ഈ പാവപ്പെട്ട ഈ അഹ്ലു സുഫക്കാര് എന്ത് ചെയ്തു? ഓലെങ്ങനെ ഇത് വർദ്ധിപ്പിച്ചു, പണക്കാരൻ മുമ്പിൽ എത്താൻ വേണ്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇച്ചങ്ങള് പരാതിയായി റസൂലുള്ളാഹി. എന്താ നബിയെ വെച്ച് എന്റെ മക്കളെ ഞങ്ങൾ തോറ്റു. എന്താ ഈ പണക്കാര് ഇതൊക്കെ കണ്ടു ഞങ്ങളെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. അല്ലോ, മത്സരിക്കുകയാണ് എൻജോയ് സ്വർഗത്തിന് വേണ്ടി. ആ മത്സരം അങ്ങോട്ട് വളർന്ന് 13 വയസ്സുള്ള കുട്ടി റസൂലുള്ളാഹിയുടെ പാല് വാങ്ങി കുടിച്ച കഥ ഞാൻ പറഞ്ഞില്ലേ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇസ്ലാം എന്ന പാരീസ്, ഇന്നത്തെ പാരീസ് അല്ല, അന്നത്തെ ഫ്രാൻസ്. ആ ഫ്രാൻസിൽ, ആ പാരീസിൽ, ആ സിറിയയില് 2 കുട്ടികൾ ഒരിക്കൽ കരയാണ്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ജൂതനായ ചാരനാണ്, ചോദിച്ചു, എന്താ കുട്ടികൾ കരയണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഷഹീദാകാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എന്ത്? യുദ്ധത്തിന് ഞങ്ങളെ ഖലീഫ തെരഞ്ഞെടുത്തില്ല, ഉയരം കുറവുള്ളൂ. കുട്ടികളെ സങ്കടം എന്താ? സ്വർഗത്ത് പോകാൻ പറ്റില്ലല്ലോ. ജൂതന് മനസ്സിലായി ഈ നാട് ഇപ്പൊ പിടിക്കാൻ പറ്റില്ല. കാലങ്ങൾക്ക് ശേഷം അവിടെ പണമെറിഞ്ഞു, പെണ്ണെറിഞ്ഞു, മദ്യമെറിഞ്ഞു, സ്വരോത്ഭരായ ഗവർണർമാരും നേതാക്കന്മാരും ആളുകളും ഈമാൻ തെറ്റി. എന്തുണ്ടായി? പിന്നീട് 2 ചെറുപ്പക്കാർ കരയുന്നു. ജൂത ചാരൻ എന്ന് ചോദിച്ചു, എന്താ മക്കളെ കരയണേ? മറ്റുള്ളവർ എന്റെ അഫയറിനെ തട്ടിക്കൊണ്ടേ. നല്ല ഫ്രണ്ടുകളായിരുന്നു, എന്റെ ലൈനിനെ ലൈനാക്കിക്കൊണ്ടേ. അന്ന് കരഞ്ഞത് സ്വർഗം നഷ്ടപ്പെട്ടിട്ടാണ്. ഇന്ന് കരഞ്ഞതോ പ്രേമിച്ച പെണ്ണിനെ മറ്റോ തട്ടിക്കൊണ്ടേന്നാണ്. ജൂതന് മനസ്സിലായി ഈ നാട് പിടിക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ അറബി നാടുകൾ ഇന്ന് അവർ കൈപ്പിടിയിലായത്. ഒരു നാളുകൾ നമുക്ക് നിന്നിത വരും, അറബി രാജ്യക്കാർക്ക് വരും. ഈ പരീക്ഷണങ്ങൾ താണ്ടാതെ നമ്മളൊന്നും ഈ രൂപത്തിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്ത് പോകും വിചാരിക്കണ്ടോ? വേണ്ട.
അൻകബൂത്ത് 29-ാം അധ്യായം 1-2 ആയത്ത്. അലിഫ് ലാം മീം വഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അല്ലാഹു നിങ്ങളെ നല്ല പരീക്ഷണം പരീക്ഷിച്ചിട്ട് നല്ല തീച്ചുളകളിലൂടെ കയറ്റിവിടാതെ കേവലം ഞാനൊക്കെ തൗഹീദുള്ളവനാ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? وَلَقَدْ فَتَنَّا الَّذِينَ مِنْ قَبْلِهِمْ وَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ സത്യസന്ധന്മാരാരാണ്, വ്യാജന്മാരാരാണ് അള്ളാഹു നല്ലോണം പരീക്ഷിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, സഹോദരനെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണം, ആ റബ്ബിന്റെ നിക്കാഹിന് വേണ്ടി മത്സരിക്കണം. അതിനുവേണ്ടി ഖുർആനുമായി നമ്മൾ മുന്നേറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സില് മെഹ്റാജ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് വിശദീകരിക്കുകയാണ്. മെഹ്റാജ് യാത്ര അറിയാലോ, ഇസ്ലാം മെഹ്റാജ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ എനിക്കറിയാം, വസ്മ അബീ വ ഉമ്മിഹി, അവന്റെ ഉമ്മാനെ അറിയാം, അവന്റെ വാപ്പാനെ അറിയാം, നിങ്ങൾ നല്ല പരിചയമുള്ള ഒരാളാണ് ആ കൂട്ടത്തിൽ. അയാളെ മഹ്ശറിൽ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ആളാണ്, ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ആളാണ്. ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വീട്ടിൽ കൊണ്ടുപോയി. സഹാബികൾക്കിടയിൽ ആകെ ആശ്രയപ്പെട്ടു. ഇപ്പൊ നമ്മളിത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാൻ പോയാ നിങ്ങൾ അറിയില്ലേ, വലിയ എന്റെ ബാക്കി പറഞ്ഞില്ല, ആരെയൊക്കെ അവരെ പോയി ഒരു ക്ലൈമാക്സ് ആയി. തിരിച്ചു വന്നപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ മുർതഫിഅ, നിങ്ങളെ പറഞ്ഞ ആളായാലും ചില്ലറക്കാരനല്ല, നമ്മളൊന്നുമല്ല ഉറപ്പാണ്, എന്നാൽ ഞങ്ങൾക്ക് പൂരില്ലത് അറിയാൻ ആരാ റസൂലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ, നിങ്ങളെ കൂട്ടത്തിലിരിക്കുന്ന വലിയ മനുഷ്യല്ലേ അബൂബക്കർ, അദ്ദേഹത്തെയാണ് സ്വർഗത്തിന്റെ 8 വാതിലൂടെയും മലക്കൾ ഒരുമിച്ച് പിടിച്ച് വലിക്കുന്നത്. ഇങ്ങോട്ട് വരികയും സുബ്ഹാനല്ലാഹ്. വീണ്ടും പറഞ്ഞു, ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാൻ ഒരു കൊട്ടാരം കണ്ടു. അതിന്റെ ഇഷ്ടികകൾ, ആ സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ള കല്ലാകുന്ന ഇഷ്ടിക സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് മാത്രമാണ്. സ്വർണത്തിന്റെയും വെള്ളികളെയും ഇഷ്ടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു കൊട്ടാരം ഞാൻ കണ്ടു. അതിന്റെ കൊത്തുപണികളും അതിനുള്ളിലുള്ള സൗകര്യങ്ങളും പുറത്തുനിന്ന് ഞാൻ കണ്ടിട്ട് റസൂലുള്ളാഹി അത് ഇന്റെ കൊട്ടാരമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിന്റെ കാവൽക്കാരോട് ചോദിച്ചു, അല്ല ഇത് ആരുതാന്ന് ചോദിച്ചു. അപ്പൊ മലക്കുകൾ പറഞ്ഞു, അത് ഫത്തമിൻ ഖുറൈശ്, നമ്മുടെ കൂട്ടത്തിലെ നല്ലൊരു ഖുറൈശി പ്രമാണിക്കുള്ളതാണ്. സഹാബത്തിൽ ഇങ്ങനെ കേൾക്കുക. കേട്ടപ്പോ എല്ലാവരും ആകാംക്ഷ ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി വിരൽ ചൂണ്ടി പറഞ്ഞതാനിക്ക ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരിക്കും. ഉമർ ഖത്താബിന്റെ സ്വർഗമാണത്, വീടാണത്. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുട്ടികൾ ആയി ജീവിച്ചവരാണ്. ഇന്ന് നമ്മുടെ 540 MP-മാരിൽ 193 MP-മാർക്ക് ഒരു പണിയില്ല, ഉണ്ടോ? വെറുതെ കയറിക്കൂടിയാണ്. ബാക്കി ലിറ്റങ്ങളൊക്കെ ഇഷ്ടംപോലെ കായുണ്ടാക്കുകയാണ്. മരിച്ചു പിരിയുമ്പോൾ ബമ്മാടായി, സ്ഥലമായി, കോംപ്ലക്സുകളായി മക്കൾക്ക് ഇട്ടുകൂടാനുള്ള പണം ഉണ്ടാക്കിയിട്ടാണ് പോലും പോരുക. എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ ജംഗമ സ്വത്തുക്കൾ കണക്കൂട്ടിയപ്പോ 100 ദിർഹമാണ്. എത്ര? 100 ദിർഹം. നമ്മളെ ഭാഷയിൽ പോയി, അള്ളാന്റെ ഭാഷയിൽ കിട്ടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 ഭൗതിക സാമ്രാജ്യവും ഏകാത്മീയ സാമ്രാജ്യവും ഭരിച്ച ആളാണ്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോ 83,000 ദിർഹം കടത്തിലാണ്. മകനെ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തു, എന്റെ വീടും വിറ്റ് അത് വീട്ടിയിട്ട് എന്റെ മയ്യത്ത് വാങ്ങി ചെയ്യാവൂ. വസിയത്ത് കൊടുത്തു. നമ്മളെ ഭാഷയിൽ 10 കൊല്ലം 2 നിയമസഭാ കാലഘട്ടം അല്ലേ? കോവിത്തക്കാരനല്ലേ? 10 രൂപ ഉണ്ടാക്കേണ്ടേ? പഞ്ചായത്ത് മെമ്പറായി ഉണ്ടാക്കുന്ന എല്ലാം ഒരുപാടല്ലോ. അപ്പോ 2 നിയമസഭാ കാലഘട്ടം കഴിഞ്ഞിട്ടും മരിച്ചു പോകുമ്പോൾ 93,000 കടം. ഭൗതികമായ കാഴ്ചപ്പാടിൽ കോയത്തക്കാരൻ, അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടിലോ ഉന്നതൻ. ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ പഠനം നടത്തി H.G. വെൽസ് എന്ന ഹെർബർട്ട് ജോൺ വെൽസ്. ആരാണ് ഹെർബർട്ട് ജോൺ വെൽസ്? ജൂത എഴുത്തുകാരനാണ്.
ഇസ്ലാം അങ്ങേറ്റം വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. ഖലീഫ ഉമറിന്റെ ചരിത്രം പഠിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഖലീഫ ഉമറിന്റെ ചരിത്രം ഞാൻ പരിശോധിച്ചു നോക്കി, അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഉമർ ഭരിച്ച നാട്ടിൽ ദാരിദ്ര്യമില്ലായിരുന്നു, സക്കാത്തിന്റെ മുതൽ വാങ്ങാൻ ആളില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, സക്കാത്തിന് അവകാശിയായി ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അത് ഖലീഫ ഉമറാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന് വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തിച്ചവരാണ്. ഖുർആൻ അവരുണ്ടാക്കിയ മാറ്റമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം ഖുർആനും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് സഹോദരങ്ങളെ ശ്രമിക്കാനല്ലേ 12. അപ്പൊ ഖുർആനിന്റെ മാറ്റൊലി, ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആയത്തിൽ കേൾക്കുമ്പോൾ മാറണം. നിങ്ങൾ ആരെങ്കിലും അള്ളാഹിന്റെ അടുത്തുള്ള മൂല്യം നിറഞ്ഞ സ്വർഗത്തിലെ മേടകൾ, സ്വർഗസുഖങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ സമ്പത്തിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ളതും കൊടുക്കുകയും. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ തിന്നുന്നത് 45 റുപ്യ 62 റുപ്യൊക്കെ വരെയുള്ള നല്ല പൊന്നി ബസുമതി നല്ല നെയ്ച്ചോറ്. എന്നിട്ടോ സക്കാത്തിന്റെ മുതലാവുമ്പോ റേഷൻ കടക്കാരനൊക്കെ പോയിക്കാണ്ട് ആ 19 റുപ്യക്ക് ഒരു 15 ചാക്കും വാങ്ങിയാണ്ട് ഒരു 5 കിലോ 10 രൂപ കൊടുക്കുക. അത് മാണ്ടല്ലാക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു തയ്യിബ്, ഇന്നല്ലാഹ തയ്യിബ്, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു അല്ലാഹു ഇല്ല തയ്യിബ്, ശുദ്ധിയില്ലാത്ത അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ കഴിക്കുന്ന പോലെ, നമ്മൾ അടിയുന്ന പോലെ, നമ്മൾ ആസ്വദിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കണം, കഴിയുമെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണം. ഈ ആയത്തന്നെ ഇറങ്ങിയപ്പോ അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹു, മദീനയിലെ പണക്കാരൻ, റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയാൻ, നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് വെറുതെ കൊടുത്താലും കൊടുക്കൂല തീരുമാനിച്ച സാധനമുണ്ട്. എന്റെ ഈ പള്ളിയുടെ ഓരത്തുള്ള ഈന്തപ്പനത്തോട്ടം, ബൈറുവാ ഈന്തപ്പനത്തോട്ടം, പൂത്ത് കുലച്ചു നിൽക്കുന്ന സമൃദ്ധമായ ഈന്തപ്പന തോട്ടം, വളരെ വിലമതിക്കാനാകാത്ത തോട്ടം. ഈ ആയത്താണ് കേട്ടിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ അള്ളാഹു റസൂലെ ഇത് ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയാണ്. കൊടുത്തു. കണ്ടോ? ഇതാണ് ആയത്തോടുള്ള മാറ്റം. 60 റസൂലുള്ളാഹിയുടെ ഖുത്ബകളിലൂടെ ആ സഹാബത്തിനെ റസൂൽ സംസ്കരിക്കുകയായിരുന്നു. കണ്ണുകൾ ചുവക്കും, ശബ്ദം പുറത്തു വരും, കോപാകുലനാകും, വൈകാരികമാകും, കമാൻഡർ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന. അങ്ങനെ അറുന്നൂറിൽ പരം ഖുത്ബകൾ കൊണ്ട്, ആയത്തുകൾ ഓതി, പ്രവാചകന്റെ സുന്നത്തുകൾ പഠിപ്പിച്ച് ആ സമൂഹത്തെ സംസ്കരിച്ചപ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായി. നിരപരാധിയായ പെൺകുട്ടിയെ മഹ്ശറിൽ കൊണ്ടുവരും. അല്ലാഹു പറയാ, ജീവനോടുകൂടി കുഴിച്ചുകൂടിയ പെൺകുട്ടിയെ അല്ലാഹു മഹ്ശറിൽ കൊണ്ടുവരും. ആ കുഴിച്ചുകൂടിയ വാപ്പാനെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു പെൺകുട്ടിയോട് ചോദ്യം, എന്തിനാ മോളെ ഈ തന്തന്നെ ജീവനോട് കുഴിച്ചുകൂടിയത്? ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ ഒരു സഹാബി ക്ലാസ്സിനുമില്ല, ബലനുമില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ പോലൊക്കെ പോയി നോക്കിച്ച പരീക്കന വഴിയാക്കാൻ പോയില്ല. കരച്ചിലിന്റെ ശക്തി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ചോദിച്ചു, സഹോദര, എന്തിനാണ് നീ കരയുന്നത്? ആ സഹാബിയെ ആയത്തന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം ജാഹിലിയ്യത്തിൽ എനിക്കൊരു പെൺകുട്ടി ജനിച്ചു പോയ റസൂലേ, ആ സമയത്ത് എന്റെ കുട്ടി എങ്ങാനും വളർന്നു വന്നാൽ ഈ ഗോത്രത്തിൽ എനിക്കുണ്ടാകുന്ന മാനക്കേട് ആലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമോളെ കൊല്ലാൻ തീരുമാനിച്ചു റസൂലേ. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞ്, ഞാൻ എന്ത് പ്രസവിച്ച കുട്ടിയാണ്, നിങ്ങൾ കൊല്ലരുത് മനുഷ്യ എന്ന് പറഞ്ഞപ്പോ അവരുടെ സമ്മതപ്രകാരം ഞാൻ വിട്ടുകൊടുത്തിരുന്നേ. പക്ഷെ ആ കുട്ടി പിച്ച വെച്ച് വളർന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് അപമാനമാണ് മനസ്സിലായപ്പോ എന്റെ ഭാര്യയോട് പോലും ഞാൻ പറയാതെ അവളെ വസ്ത്രം ധരിപ്പിച്ച് ഞാൻ കൊല്ലാൻ കൊണ്ടുപോയി നബിയേ. സഹാബി പറയുകയാ, റസൂലിന്റെ കണ്ടനങ്ങൾ ഈറണി കേൾക്കുകയാണ്. അദ്ദേഹം പറയും, ഞാൻ എന്റെ പെണ്ണുമോളെ ഭാര്യയെടുത്ത് കൊണ്ടുപോയി, എന്റെ കുട്ടി എന്റെ കൂടെ സന്തോഷത്തോടു കൂടി സാധനം വാങ്ങിത്തരാനാണെന്ന് വിചാരിച്ചു വന്നു. ആ കുട്ടി എന്റെ കവിൾത്തറങ്ങളിൽ ഉമ്മ വെച്ചപ്പോഴും എന്നെ മനസ്സലിഞ്ഞില്ലെന്ന്. എന്റെ പൊന്നുമോള് ഞാൻ കൊടി കുത്തിക്കൊണ്ടിരിക്കുമ്പോ
എന്റെ പൊന്നുമോളുടെ കുഞ്ഞിളം കൈകൊണ്ട് ആ മൺതരികൾ അവൾ തട്ടി തന്നപ്പോഴും എന്റെ മനസ്സറിഞ്ഞ അവസ്ഥ. അവസാനം പാകപ്പെട്ട് വന്നപ്പോ ആ കുഴിയിലേക്ക് ഞാൻ കീക്കാൻ നോക്കമങ്ങ് ഇട്ടപ്പോ പാപ്പച്ചേ എന്നും പറഞ്ഞ് കരഞ്ഞു. വായിലേക്ക് ഞാൻ മണ്ണെറിഞ്ഞു. ജീവനോട് എന്റെ കുട്ടിയെ കൊഴിച്ചു കൂടിയവരാണ് ജാഗരീയത്തിൽ. അള്ളാന്റെ കുടൽ എന്റെ അവസ്ഥ എന്താകും റബ്ബേ? റസൂലേ കരയാൻ കൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാരമില്ല, നീ ചെയ്ത പാപങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, നീ തൗബ ചെയ്തതോടുകൂടി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله. നഫ്സിനോട് ധാരാളമായി തെറ്റുകൾ ചെയ്തവരെ, നിങ്ങൾ ഒരു ബേജാറും കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടണ്ട. അള്ളാഹു ധാരാളം പുറത്ത് എന്ത് വേണം? തൗബ വേണം, ഇസ്തിഗ്ഫാർ വേണം, ഇലയത്തോടുള്ളിലേക്ക് മടങ്ങണം. കുമാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ കട്ടാത്ത റബ്ബാ പിന്നെയും റബ്ബേ എനിക്ക് നീ അല്ലാതാരുമില്ല എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. ശബ്ദം മടക്കി ഒതുക്കി വേണം നാരിതാ, ശബ്ദം കടുത്താൽ അതിനടവിൽ യാത്തതാ. ശബ്ദം ഒതുക്കി ചോദ്യമായി സക്കരിയ, അതിനാലെ റബ്ബ് തുണച്ചതാണ് സഫിയ. തൽവാ ഉസ്താദിന്റെ വീട്ടിലാണ് ദുആ ചെയ്യണം, റബ്ബ് സ്വീകരിക്കും. ഏത് പാപമാണ് കൊടുക്കും. അതുകൊണ്ട് ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഇന്നലെങ്കിൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ, തെറ്റുകൾ, ഞാൻ ഇത്ര കാലം ഹുതുബ കേട്ടിട്ട് ഖുർആൻ കേട്ടിട്ട് ഞാൻ മാറിയില്ലല്ലോ എന്ന ഒരു കുറ്റബോധം ഹൃദയത്തിലുണ്ടാകും. മാറണം നമ്മൾ. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഇടത്തെ കൈ വേണ്ട, സ്ഥിരം കുടിക്കുന്ന ഇടത്തെ കൈ വേണ്ട. മോനോട് അത് കടുത്ത ഹറാമാണ്, അല്ലാഹു റസൂൽ ശപിച്ച വിഭാഗത്തിൽ പെടും എന്ന് പറഞ്ഞാൽ ഓണച്ചക്കാവില്ല. ഞാൻ എത്ര കാലങ്ങളോ മുജാഹിദ്, ഞാൻ ഇവിടെ ആരായ വന്ന കാലത്തെ മുജാഹിദ് മജ്ജാനെ പറയാൻ അങ്ങനെ പറയുന്നുണ്ടോ? അത് കിബറാണ്, നരകത്ത് പോകാൻ പറ്റില്ല. ഹൃദയത്തിൽ അണുത്തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പോകില്ല. മിസ്കാൽ തരത്തിന്റെ അളവെത്ര? ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനം എത്ര? ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനത്ര? അത്ര ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോലെ. നീ കിബുർ എന്താ? ഇനി ഫിറൗനാകണം, ഹാമാനാകണം, അബൂജഹൽ അബൂലഹബാകണം, വേണ്ട. കിബുർ ഒറ്റ റസൂൽ പറഞ്ഞു, അൽ കിബറു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തിനെ തള്ളും. ഒരു സുന്നത്തിനെ കേട്ടാ അപ്പറ്റ തട്ട, പിന്നെ പറഞ്ഞോനെ ചെറുതാക്കി കാണിച്ചു. ജിത്ര പോലെ തീക്കിൽ കാലി വെച്ച് ഇമ്പമ്മ കയറി ബുഖാരിയിൽ ഹദീസും പറഞ്ഞ് അഫ്സലമൊക്കെ പഠിച്ചു. കിബറാണ്. ബിരിയാണിയുടെ താഴെ ഒരു ഇഞ്ച് വസ്ത്രം ഇറങ്ങി, കിബറാണ്. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മുനാഫിക്കിന്റെ അടുത്ത് റസൂലുള്ളാഹി ചെന്നിട്ട് പറഞ്ഞു, സഹോദര, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇയാൾ മുനാഫിക്കായതുകൊണ്ട് നമ്മളെ നാട്ടിലുണ്ടല്ലോ ചില ആൾക്കാര് ഹദീസിനെ നിഷേധിക്കുന്ന, ഹദീസിനെ കേട്ട ഉൾക്കൊള്ളാൻ പറ്റാത്തവര്, അതൊക്കെ നിഫാഖാണ്, മുനാഫിക്കിന്റെ അടയാളാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ലാസ്റ്റ് എനിക്ക് പറ്റൂല മുഹമ്മദ്, എനിക്ക് പറ്റൂല നബിയെ. റസൂലുള്ളാഹി എനിക്ക് കഴിയാതിരിക്കട്ടെ. ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ പറയാം, ആ കൈ വലത്തെ കൈ പിന്നെ മരണം വരെ അയാളെ വായിലേക്ക് കൊണ്ടുപോയിട്ടില്ല. വലത്തെ കൈ തളർന്നു പോയി. എന്താ? വലത്തെ കൈയോട് തിന്നാൻ പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു, ഞാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കട്ടെ. അത് സ്റ്റോക്ക് വന്ന മാതിരി ഒന്നൂരും എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? മാ മനഅഹു ഇല്ലൽ കിബർ. അവനെ ആ സുന്നത്ത് തടഞ്ഞത് ഹൃദയത്തിൽ കിബറല്ലാതെ മറ്റൊന്നുമല്ല. കിബർ ആരുടെ ലക്ഷണം? കിബർ ആരുടെ ലക്ഷണം? ഇബ്ലീസിന്റെ ലക്ഷണം. ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ പോകുന്ന എന്തുകൊണ്ടാ? ശിർക്ക് ചെയ്തിട്ടാ ആണോ? അങ്ങനെ വാദനങ്ങൾ ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ പോകുന്ന ശിർക്ക് ചെയ്തിട്ടാ അല്ല, കിബറുള്ളതാണ്. മാ മനഅക അല്ലാ തസ്ജുദ അമർതക. ആദമിന്റെ മുമ്പിൽ മലക്കൾ ബഹുമാനിച്ചു, നീ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല? ഖാല അന ഖൈറു മിൻഹു, ഞാൻ ഓലക്കാളും വലിയവനാണ്. അതിനല്ലേ നമ്മുടെ ആൾക്കാരും ഞാൻ ഓലക്കാളും വലിയവനാണ്, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, ഞങ്ങൾ വലിയ വിദ്യാസമ്പന്നരാണ്, എന്റെ കുട്ടികൾ നാല് കൊടുത്താണ് ഇല്ലേ? കിബർ വേണ്ട, റിയാവ് വേണ്ട, ഹിബ്ദ് വേണ്ട. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞൊരു കവിത ഞാൻ കേൾപ്പിച്ചിട്ട്,
أربعة الطيور من الطير طاووس ناديك وراب نسر كبر وشهوة والحرص والعجب هذه أخلاق أصحاب الكذب. 4 പക്ഷികളുടെ സ്വഭാവം അത് ചെയ്യുന്ന പാടെ മാറ്റിക്കോളി. 4 പക്ഷികളുടെ സ്വഭാവം പാടെ മാറ്റാം. എന്താണ്? ഒന്ന് താവൂസ്. താവൂസ് എന്താ? മയില്. എന്താ മയിലിന്റെ സ്വഭാവം? ഈരന് വെളുത്തില്ല, നിന്റെ അത്ര ചെറുത്തുള്ള ആരുമില്ല. കിബർ, അത് മാറ്റാം. പിന്നെയോ വൽ ഒറാബ്, കാക്ക. എന്താ കാക്കന്റെ സ്വഭാവം? ദീഖല വൽ ഒറാബിനെ ഹിർസിനെ താവൂസിനെ ദീഖന പൂവങ്കോയിന്റെ സ്വഭാവം എന്താ? നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരം. അതുകൊണ്ട് എല്ലാ ആറാം പേർക്കുണ്ടാവും ആ വികാരം കാണില്ല, നല്ല സ്വഭാവമല്ല. പിന്നെ താവൂസിനെ ദീഖുന ഒറാബ്. ഒറാബ് എന്താ? ഒറാബ് പറഞ്ഞാൽ അരച്ച, കാക്കന്റെ സ്വഭാവം അരച്ച. ചറ കിട്ടി പറഞ്ഞാലും നമ്മളെ കുട്ടികൾ നിശ്ചയിച്ചില്ല, കൊത്തിയാണ് പോയി അല്ലേ. പിന്നുള്ളത് ഏതാ? ഹിർസ്, പരുന്ത്. പരുന്തിന്റെ സ്വഭാവം എന്താ? ഉജുബ്, അകപ്പെരുമ അല്ലേ. ഒരു കുട്ടി എന്താണ് അസ്സലാമു അലൈക്കും തന്നെ പേരക്കുട്ടി സലാം പറഞ്ഞിട്ട് വല്യാപ്പ പറയാണ് എന്റെ മോനെ ചടക്കെടുത്തിക്കാന്ത് ഓന്റെ ചങ്ങായിയാണ് ഞാൻ. ഓന് ചങ്ങായി എന്നോട് അസ്സലാമു അലൈക്കും. അപ്പൊ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കസാരി കണ്ടി ഇരുന്നാ പിന്നെ ഒന്നുകൂടെ പോകാൻ പേടിയായിരുന്നില്ല. ഇന്നൊക്കെ മാഷാഅല്ലാ അങ്ങനല്ല. ഇന്നൊക്കെ വലിയ ആൾക്കാരും കുട്ടികളും പെണ്ണുകളൊക്കെ കേസലസിനും ക്ലാസ്സിലൊക്കെ വരുന്നോണ്ട് പരസ്പരം നല്ല സംഭാഷണം, ചിരിയും തമാശയൊക്കെ ഉണ്ട് അല്ലേ. പണ്ട് വാപ്പാരോട് കൂട്ടസ്വരം പെണ്ണും ആണെന്ന് മക്കൾക്ക് പറയാൻ പറ്റില്ല, ആൺകുട്ടികൾക്ക്. ഉമ്മ പറയലാണ്, നോക്കി നജീബിന് ബുക്കും പേരും മാണോലോ. അപ്പൊ അതിന് കുട്ടി പെണ്ണും ബുക്കും മാണോ സ്കൂളിൽ എത്തിണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്ന് പോയി അല്ലേ. അപ്പൊ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, നിലപാടുകളിൽ ഖുർആൻ നമ്മെ മാറ്റണം, ഹദീസുകൾ മാറ്റണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രിയമുള്ളവരെ സഹാബത്ത് മാറിയതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേറെ 3 ആളുകളുടെ സംഭവം മാത്രം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആർത്തർ ആലിസൺ. ഇന്ന് അദ്ദേഹം മുഹമ്മദ് ആലിസൺ എന്ന പേരറിയപ്പെടുന്ന ക്രിസ്ത്യാനിയാണ്. ഡോക്ടർ ആർത്തർ ആലിസൺ അദ്ദേഹം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ വലിയ ഒരു പ്രൊഫസറായിരുന്നു. മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠനം നടത്തുന്ന ആ വ്യക്തി ശരീരത്തെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അത്ഭുതങ്ങളാണ്. അങ്ങനെ പഠിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യത്തിന് മാത്രം ഉത്തരവില്ല. എന്താ? മനുഷ്യ ശരീരത്തിന് പൂർണ്ണമായ ഒരു ചൈതന്യം നൽകുന്ന ആത്മാവ്, മാസ് എന്ന് പറയുന്ന സംഗതി, ഇതെന്താണ്? ഒരു കൃത്യമില്ല. റൂഹിനെ കുറിച്ച് ശാസ്ത്രത്തിന് പോയിട്ട് ആർക്കെങ്കിലും അറിയോ? ഇല്ല. മുഹമ്മദ് കുറച്ച് മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് അറിവ് നൽകിയിട്ടുള്ളൂ. അപ്പൊ റൂഹിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഈ ശാസ്ത്രത്തിന് ഇത് പഠിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സംഗതി മനസ്സിലാവില്ല. എന്തൊക്കെ ഈ സാധനം ബാക്കിയൊക്കെ കിട്ടുന്നുണ്ട്. ഈ സംശയം മുസ്ലിം അധ്യാപകനോട്, ഡോക്ടറോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ സംശയത്തിന് കൃത്യമായ മറുപടി മുഹമ്മദിനോട് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലുണ്ട്. അപ്പൊ ഇയാൾ പറയാം, ഖുർആനില്ല, എഴുത്തുമാനെ അറിയാത്ത 6-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിന് പോലും ഇന്ന് പഠിക്കാൻ പറ്റാത്ത സംഗതി അന്ന് മുഹമ്മദ് പറയും. എന്നാ ഇവിടെ ഖുർആന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് 39-ാം അധ്യായം സൂറത്തുൽ സുമർ 42-ാമത്തെ ആയത്ത് ഓതൽ കഴിപ്പിച്ചു. എന്തായാലും അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയംസികു അല്ലതീ ഖലാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖറ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അത്ഭുതമായ ആയത്ത്. അല്ലാഹു തീർച്ചയായും അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുന്ന വേളയിൽ നിങ്ങൾ ആത്മാവിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നവൻ അള്ളയാണ്. മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ആത്മാവ് പോയ മനുഷ്യന്റെ ജീവൻ പോയി. എന്നാൽ ഉറക്കവേളയിലും നിങ്ങളുടെ ആത്മാവിനെ ഊരിയെടുക്കുന്ന അള്ളയാണ്. ശാസ്ത്രത്തിന് പോലും പിടുത്തം കിട്ടിയില്ല. ശാസ്ത്രം പറയുന്നുണ്ട്, മനുഷ്യൻ മരിക്കുമ്പോഴും മനുഷ്യൻ ഉറങ്ങുമ്പോഴും അവന്റെ ശരീരത്തിന് എന്തോ ഒന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. എന്തോന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ ഒഴിക്കറിയില്ല. ഇപ്പോഴും അറിയില്ല.
അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓതി കൊടുത്ത ആയത്തിന് ആത്മാവാണത്, മനുഷ്യന്റെ ആത്മാവാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് താൽക്കാലികമായി തിരിച്ചു കൊടുക്കും, അല്ലാത്തവർക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കില്ല, അവർ മരിച്ചു പോകും. അള്ളാഹ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ഈ ആയത്തോടെ എത്ര കാലമായി ചിന്തിച്ചോ? ഈ ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞൻ ഇത് ഓതി അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഇതൊരിക്കലും മുഹമ്മദിന് കണ്ടെത്താൻ പറ്റാത്ത ഇത് ദൈവത്തിന്റെ വചനമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ ഡോക്ടർ ജാംസസ് സെബസ്കീസ് എന്ന് പറയുന്ന ഓഷിയോഗ്രാഫർ, രണ്ടാമത്തെ ആള് ഓഷിയോഗ്രാഫർ. എന്താ ഈ ഓഷിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ കടൽ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്ര. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ 1986 ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, കടലിലെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതില് ഇദ്ദേഹം ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ സഞ്ചരിച്ച് മധ്യധരണ്യായിലും മറ്റൊന്ന് അറ്റ്ലാന്റിക്കുമാണ്, അറ്റ്ലാന്റിക്കിലും മധ്യധരണ്യായിലുമാണ് ഈ ജിബ്രാൾട്ടർ കടലിടുക്കുന്നത്. ഈ ജിബ്രാൾട്ടർ കടലിടുക്കിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം കണ്ടൊരു അത്ഭുതം. എന്താ അത്ഭുതം? പച്ച വെള്ളം, ഉപ്പ് കലരാത്ത ശുദ്ധമായ വെള്ളം ഒരു ഭാഗത്ത് അരോചകമായ ഉപ്പുജലം. പക്ഷെ രണ്ടും ഇങ്ങനെ നിൽക്കണം. ഒരു വെള്ളം മറ്റൊരു വെള്ളത്തിൽ കൂടിച്ചേരാതിരിക്കുമോ? മറവെക്കാതെ അത് മിക്സ് ആകാതെ ഇങ്ങനെ ഇവിടുന്ന് കോരിയ പച്ചവെള്ളം, ഇവിടുന്ന് കോരിയ പച്ച ഉപ്പ് വെള്ളം. അദ്ദേഹം ഇത് രണ്ടും കൊണ്ടുവന്നു, പരീക്ഷണം നടത്തി. അത്ഭുതം. പക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ രഹസ്യം മനസ്സിലാവുന്നില്ല. ഈ സംശയം അദ്ദേഹം ഒരു മുസ്ലിം ശാസ്ത്രജ്ഞനോട് പങ്കുവെച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് ഖുർആനിലുണ്ടല്ലോ, മുഹമ്മദ് പറഞ്ഞ ഖുർആൻ അതെങ്ങനെ ഉണ്ടാകുക? ഞാൻ പോലും ഈ ശാസ്ത്രജ്ഞൻ പഠിച്ചിട്ടില്ലല്ലോ, എങ്ങനെ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് പറയാം, കേട്ടോളൂ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തു. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 53-ാമത്തെ ആയത്ത് ഓതിന് കേൾപ്പിച്ചു. എന്താ? വഹുവല്ലദീ മറജൽ ബഹറൈനി ഹാദാ അദബുൻ ഫറാഖ് വഹാദാ മിൻഹുൽ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജറൻ മഹ്ജൂറാ. അയാൾ കടലിലേക്ക് കണ്ട അതേ രഹസ്യം കടൽ യാത്ര ചെയ്യാത്ത ഓഷോഗ്രാഫറല്ലാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത ഖുർആനിൽ എന്താ? വഹുവല്ലദീ മറജൽ ബഹറൈനി ഹാദാ അദബുൻ ഫറാഖ്. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുക്കിവിട്ടവൻ അല്ലാഹു ആകുന്നു. ഒന്ന് ആദാ മിൽഹുൻ ഉജാജ് വഹാദാ അദ്ബുൻ ഫുറാത്ത്. ഒന്ന് ശുദ്ധമായ പച്ചവെള്ളം, മറ്റൊന്ന് അരോചകമായ ഉപ്പുജലം. അയാൾ കണ്ട അദ്ദേഹം. എന്നിട്ട് അള്ളാഹ് പറയാം വജഅല ബൈനഹുമാ ബർസഖുൻ വഹിജറൻ മഹ്ജൂറാ. ഇവ തമ്മിൽ യോജിക്കാതിരിക്കാൻ അള്ളാഹ് ശക്തമായ ഒരു മറ അവിടെ സ്ഥാപിച്ചു. ഇതെങ്ങനെ ശാസ്ത്രം പഠിക്കാത്ത മുഹമ്മദ് നബി പറയും ഇത് മുഹമ്മദിന്റെ വാചകങ്ങളല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഷഹാദത്തിൽ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ അവസാനിപ്പിക്കുമ്പോ ഡോക്ടർ താജിഖ് ഹുസൈൻ അതുകൂടെ പറയാൻ സാധിക്കുക. ഡോക്ടർ താജിഖ് ഹുസൈൻ, ഹുസൈൻ അല്ലട്ടാ, താജിഖ് ഹുസൈൻ. താജിഖ് ഹുസൈൻ അദ്ദേഹം തായ്ലൻഡിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന് മുസ്ലിം പ്രൊഫസർ ഖുർആന്റെ പരിഭാഷ കൊടുത്തു. നിങ്ങളിങ്ങനെ വായിച്ചോളി, മുഹമ്മദ് ഇറക്കപ്പെട്ട ഗ്രന്ഥാണ്, ലോകത്തിന് മാനവധിക്കുള്ള ഗ്രന്ഥാണ്. ആയിക്കോട്ടെ. അതിങ്ങനെ ഓരോ അധ്യായം വായിച്ചപ്പോ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 56-ാമത്തെ ആയത്ത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എന്താണ്? നരകത്തിൽ ആളുകളെ ശിക്ഷിക്കുന്ന രൂപം അള്ളാഹ് പറയാണ്. കുല്ലമാ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. മനുഷ്യന്റെ ശരീരത്തിലെ തോലുകൾ നരകത്തിന്റെ തീനാളം സ്പർശിച്ചിട്ട് ഉരുകി 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 താഴേക്ക് ഇങ്ങനെ വരും. മെഴുകി വീഴുന്ന പോലെ തോല് ഇങ്ങനെ ഉരുകി പോകും. ഉരുകി ഉരുകി 90% തോല് കത്തുമ്പോൾ വീണ്ടും അവന്റെ ശരീരത്തിൽ തോലുകൾ അള്ളാഹു കൊടുക്കും. വേദന ആസ്വദിക്കാൻ വേണ്ടി. വേദന തിന്നണമെങ്കിൽ തോല് വേണമെന്ന ശാസ്ത്രം കണ്ടെത്തിയത്. അതായത് ശരീരത്തിന് വേദന വേണമെങ്കിൽ ഈ തൊക്ക്, ഈ സ്കിന്ന് വേണം, അല്ലെങ്കിൽ വേദന ഉണ്ടാവില്ല. അയാൾക്ക് വെറുതെ പറയാം, അല്ല മെഡിക്കൽ കോളേജിൽ പോയി തീർന്നു തീ കൊടുത്തി മരിക്കാൻ ശ്രമിച്ചിട്ട് ബാക്കിയായ മനുഷ്യന്മാരുണ്ടല്ലോ 90% തോല് കത്തിയിട്ട് ഓലെ ഗ്ലാസിന്റെ കൂട്ടിങ്ങനെ ഇട്ടുണ്ട്. ഓലെ റൂമാണ് ഗ്ലാസ് കൂട്ട്. ആ ഗ്ലാസ് കൂട്ടിയിരുന്ന ഓലെ നീച്ചിക്കും, ചായ എടുക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഓലെ ശരീരത്തിൽ കത്തിയിട്ട് കുത്തി നോക്കി ഒന്നും അറിയില്ല. വേദന വേണമെങ്കിൽ എന്ത് വേണം? സ്കിന്ന് വേണം. ഈ രഹസ്യം 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തിയ
1400 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശരീരശാസ്ത്രം പഠിച്ചോ? ലബോറട്ടറി പോയോ? ഇത് പഠിച്ചിട്ടോ? അല്ല, അള്ളാന്റെ വചനാണത്. ഈ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ സത്യം എങ്ങനെ മുഹമ്മദ് പറയും? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ എത്ര കാലമായി? നമുക്ക് ജീവിതത്തിൽ തിന്മ മാറ്റാൻ പറ്റില്ല, ഒരു നന്മ പുതിയത് തുടങ്ങാൻ പറ്റില്ല. ചിന്തിക്കുകയും ആലോചിക്കുക. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ രണ്ടാമത് ഓതിയ ഹദീസ്, മൻ തഅല്ലമൽ ഖുർആന ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും ഉത്തമനാരാ? ഖുർആൻ പഠിപ്പിക്കുന്നവൻ, പഠിക്കുന്നവൻ. ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്കും, അതിനുവേണ്ടി സമയം കണ്ടെത്തി. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ആ ഖുർആനിന്റെ അഹലുകാരായി മാറുന്ന ആളുകളായി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടി അശ്റിൽ നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അള്ളാഹു ശുപാർശ സ്വീകരിക്കും. അതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അനുസരിച്ച് ആളുകളെ ദീനിലേക്ക് എത്തിക്കാനും സ്വയം സംസ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിൽ നഷ്ടപ്പെടുത്തിയ സമയത്ത് ഓർത്തുകൊണ്ട് കരയാനും തിന്മകൾ ഓർത്തുകൊണ്ട് കരയാനും നിലപാടുകൾ നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, ആ രോഗം ശിഫ കൊടുക്കുവാനാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ ബന്ധുമിത്രാദികൾ അവരെ ഖബറിലാണ്, അള്ളാഹു ആഫിയത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ നോമ്പും തറാവീഹും മറ്റ് സദഖകളും സുന്നത്ത് നമസ്കാരങ്ങളും ഖുർആനും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.